ആഷിന് ഭയങ്കര പേടിയുള്ള ഒരു നാണം കുണിയായിട്ടൊരു സ്ക്രീനിലേക്ക് വരും. ഓൺ ക്രിയേറ്റഡ് കണ്ടന്റ് ആണല്ലോ. അതെ അതെ. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ പറയും നീ വന്ന് നോക്ക്, 2 ദിവസം ലൊക്കേഷനിൽ നിൽക്ക്, ചെയ്തു നോക്ക്, വർക്ക് ആവണമെങ്കിൽ നമുക്ക് അടുത്ത സീനിലോട്ട് പോകാം. ഇല്ലെങ്കിൽ നമുക്ക് നീ ഇതിന് വിട്ടുപോയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പോൾ നീ അല്ലല്ലോ നായകൻ, ഇതിന് സീക്വൽസ് ഇനിയും ഉണ്ടാവും. അപ്പോൾ അതിനുള്ള വേറെ ആൾക്കാരും സ്റ്റൈലുള്ള അല്ലെങ്കിൽ റീലിലുള്ള ആൾക്കാർ ഇനിയും വരാം, ഇനി ആഡ് ചെയ്യും. ഇനി ചെയ്യുന്ന സിനിമ ഒരിക്കലും ഞാനൊരു പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പോയാലോ ഒരു ആക്ടറിൻ്റെ അടുത്ത് പോയാലോ റിജക്റ്റ് ചെയ്യാൻ പാടില്ല. അതൊരു ഓഡിയൻസിൻ്റെ അടുത്ത് പോയാലും റിജക്റ്റ്. അങ്ങനെ ഒരു വാശി ഒരു സമയത്തുണ്ടായി. അപ്പോൾ അയ്യപ്പനും കോശിയാണെങ്കിൽ രണ്ടും തമ്മിൽ അടി വെച്ച് കോംപ്രമൈസായി. എൻ്റെ ത്രില്ല് ഇനിയാണ്, ഇനി ഇവരെങ്ങനെ ബിഹേവ് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇൻഡസ്ട്രിയിലെ ഫസ്റ്റ് പടം പാളിയിട്ട് അല്ലെങ്കിൽ പരാജയപ്പെട്ടിട്ട് വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് കഴിവുണ്ടെന്ന് തോന്നിയ ഒരു 4-5 ഡയറക്ടേഴ്സിനെ ഞാൻ ഓൾറെഡി കോൺടാക്ട് വെച്ചിട്ടുണ്ട്. ഞാൻ കോൺടാക്ട് നിങ്ങളെ കഥ തരും, നിങ്ങളൊരു കഥ തരും, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ അങ്ങനെ 3-4 പേരെ കണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ അവരുടെ അങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് കഥകൾ തരും, എനിക്ക് പ്രൊഡക്ഷൻ ഹൗസ് വേണം കാണാം, എനിക്ക് നിങ്ങളുടെ കഥകൾ വേണം. വിപിൻ ദാസ് ആണ് ക്യൂ സ്റ്റുഡിയോയിൽ. ഇവന് ഈ സക്സസിൻ്റെ ഒരു ഭയങ്കര തുടർച്ചയിലാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ഇപ്പോൾ വാഴ ഭയങ്കര ഒരു സർപ്രൈസ് ഹിറ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ആ സിനിമയുടെ ട്രെയിലറും കണ്ടൻറ്റൊക്കെ വരുന്ന സമയത്ത് ആ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്ക് അതിന്മേൽ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ പോലും തിയേറ്ററിലൊരു വലിയ ഹ്യൂജ് സക്സസ്സിലേക്ക് പോകുന്നു. ഒരു താരരഹിതം എന്നൊക്കെ പറയാവുന്ന സിനിമയാണ്. ഇപ്പം മുത്തുഗൗ എന്ന് പറയുന്ന സിനിമ ആലോചിച്ചതിന് ശേഷം ആ സിനിമ തിയേറ്ററിലെത്തുന്നു. ആ സിനിമ മറ്റു പ്രധാനപ്പെട്ട കുറേ റിലീസ്, കമ്മട്ടിപ്പാടത്തിനൊപ്പവും, വള്ളിയും തെറ്റി, ജെയിംസ് ആൻഡ് ആലീസ്, ഇതിൻ്റെയൊക്കെ കൂടെയാണ് വരുന്നത്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ഷൻ്റെ തിരക്കിനൊക്കെ ഇടയിൽ മുങ്ങിപ്പോയി. അതിനുശേഷം വലിയ ഗ്യാപ്പ് തന്നെ സിനിമയിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് ഇപ്പോൾ ഒരു സ്വാഭാവികമായിട്ടും ആദ്യ സിനിമ പരാജയപ്പെട്ടപ്പോൾ ഉണ്ടാകുന്ന ഒരു നിരാശയുടെ ഒരു നീളം കൂടുതലുണ്ടാവും. അവിടെ നിന്നിട്ട് ഈ പറയുന്ന തുടർച്ചയായ സക്സസ് വരുന്നു, തിയേറ്ററിൽ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്ന സിനിമകളുടെ ഒരു തുടർച്ചക്കാരനാകുന്നു. എന്താണൊരു പേഴ്സണലി ഷെയർ ചെയ്യാവുന്ന ഒരു മൊമെൻ്റ്? എന്താ ഇത് നമുക്ക് റീതിങ്ക് ചെയ്യാന്ന് പറയില്ലേ, ആ പരിപാടിയിലാണ് ചിലപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈല്, നമ്മുടെ എന്താ തിങ്കിങ് പ്രോസസ്സൊക്കെ ഞാൻ അതിനുശേഷം ഓരോ ദിവസം ഡൗൺ ആയിക്കൊണ്ടിരുന്നു. ഒരു 2016 മുതൽ ഓരോ വർഷം ചെല്ലുന്നത് നമ്മളെ കോൺഫിഡൻസ് കുറഞ്ഞു വരും. സിനിമയിൽ നമ്മൾ ഒരുപാട് അകന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പീരീഡ് ഉണ്ടായിരുന്നു. അപ്പം 16 17 18 19 20. അപ്പം ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് വരുമ്പം നമുക്കൊന്നുമില്ലാതെ ഒരു അവസ്ഥ വരുമല്ലോ. ഇനി കംപ്ലീറ്റ്ലി അതായത് ഞാൻ മോഹൻലാൽ മമ്മൂട്ടി എന്നുള്ള ആലോചിച്ച് തുടങ്ങി. ഞാൻ അവസാനം ഏറ്റവും ഹീറോ പോലും ആവില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർ തന്നെ റിജക്റ്റ് ചെയ്തു. അതായത് നമ്മൾ ഈ മുത്തുകോവിന് ശേഷവും സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട്, അതിന്റെ മറ്റെല്ലാ പ്രോസസ്സും നടക്കുന്നുണ്ട്, ആക്ടറിനെ കാണുന്നുണ്ട്, ഇതിന്റെ നമ്മളുടെ റിജക്റ്റ് ആവുന്നു അല്ലേ, തിരിച്ചു വീട്ടിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം സൈചേറിന് അന്താക്ഷരി ചെയ്യുന്നതിന് മുമ്പേ ഒരാളെ ഞാൻ കൊണ്ടുകൊടുത്തിട്ടാണ് ഇത് നിങ്ങളെ ഞാൻ ഹീറോ ആക്കി ചെയ്യാമെന്ന് പറയണം. അയാൾ ആദ്യമായിട്ട് ഹീറോ ആയിട്ട് അഭിനയിക്കേണ്ടതാണ്. അയാൾ പറഞ്ഞു ഇത് റിജക്റ്റ് കൊള്ളത്തില്ല പടം എന്ന് പറഞ്ഞാൽ അയാളും റിജക്റ്റ്. അപ്പോൾ അന്താക്ഷരി അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ താഴോട്ടിന് ആരുമില്ല. അങ്ങനെ ഒരു അവസ്ഥ. നിങ്ങൾക്ക് ഒരുപക്ഷെ ഇൻഡസ്ട്രിയിൽ സമീപിക്കാവുന്ന ലാസ്റ്റ് ഹോപ്പല്ല, പുള്ളിക്ക് പോലും പുള്ളിയെടുത്ത് ഞാൻ കൊണ്ടുപോയാൽ ഞാൻ ഹീറോ എന്ന് പുള്ളി ചോദിക്കുന്നുണ്ട് ആദ്യമേ. എന്താണ് ഞാൻ കഥ പറയുന്നത്, എന്നിട്ട് പുള്ളി വരെ റിജക്റ്റ് ചെയ്തു. അപ്പോൾ റിജക്ഷൻ്റെ ഒരു പെരുമഴ എനിക്കിങ്ങനെ ഉണ്ടായി. അതിനകത്ത് എനിക്കൊരു 2-3 പേരെടുത്തായിരിക്കും ഞാൻ കഥ പറയാതുള്ളത് ഇൻഡസ്ട്രിയിൽ. ബാക്കി എല്ലായിടത്തും ഞാൻ കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് മനസ്സിലായി പാളി മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലായപ്പോൾ ഞാൻ എൻ്റെ റീതിങ്ക് ചെയ്യാൻ തുടങ്ങി. ഇത് എന്ത് പ്രശ്നം കൊണ്ടാണ് നമുക്ക് കയ്യിൽ നിന്ന് പോകുന്നതെന്ന് മനസ്സിലാക്കുന്നൊരു പോയിന്റ് എത്തി. അതായത് ഒന്ന് നമ്മളെല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യിക്കണം. ഒന്ന് ആക്ടറിനെ സാറ്റിസ്ഫൈ ചെയ്യണം, പ്രൊഡ്യൂസറിനെ സാറ്റിസ്ഫൈ ചെയ്യണം, ഇവർ രണ്ടുപേരെയും കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ അടുത്ത് വരുന്ന ഓഡിയൻസിനെയും സാറ്റിസ്ഫൈ ചെയ്യണം എന്നൊരു സ്പേസിലോട്ട് എത്തി. അപ്പം എൻ്റെ പടം എന്നുള്ള സാധനത്തിലൊന്ന് വിട്ട് ഇതിനി വർക്കാക്കി എടുക്കുക എന്നുള്ള പ്രോസസ്സിലോട്ട് മാറ്റി. അപ്പം ഞാൻ അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ ഐഡിയൽസൊക്കെ മാറ്റി തുടങ്ങി. പണ്ട് സച്ചിൻ ടെണ്ടുൽക്കറിനെ ഫോളോ ചെയ്യുന്ന ഒരാൾ ഞാൻ പെട്ടെന്ന് നിർത്തിയിട്ടില്ല, വിരാട് കോഹ്ലി പിടിക്കാം ആ മൂഡിലോട്ട് മാറി. വിരാട് കോഹ്ലി നമുക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. വിരാട് കോഹ്ലി എടുത്ത് കളയണമെന്ന് വെച്ചാൽ പോലും നമുക്ക് ടീമിൽ എടുത്ത് കളയാൻ പറ്റില്ല എന്നുള്ളതാണ്. ആ 11 പേരിൽ ആ പുള്ളി ഫിക്സ്ഡാണ്, ഈ 100 കോടി ആൾക്കാർ എന്ന് പറയുന്ന പോലെ. ഇനി ചെയ്യുന്ന സിനിമ ഒരിക്കലും ഞാനൊരു പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പോയാലോ ഒരു ആക്ടറിൻ്റെ അടുത്ത് പോയാലോ റിജക്റ്റ് ചെയ്യാൻ പാടില്ല. അതൊരു ഓഡിയൻസിൻ്റെ അടുത്ത് പോയാലും റിജക്റ്റ്. അങ്ങനെ ഒരു വാശി ഒരു സമയത്തുണ്ടായി. അപ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് റീവർക്ക് ചെയ്യാൻ തുടങ്ങി. ഈ പറഞ്ഞ പോലെ ഈ ജയും പലയിടത്തും പോയിട്ട് പാളിയിരിക്കുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട്. അപ്പം അവിടുന്ന് ഞാൻ റീവർക്ക് ചെയ്ത് ഞാൻ തന്നെ ആ സ്ക്രിപ്റ്റ് എടുത്ത് കളഞ്ഞിട്ട് വേറൊരു രീതിയിൽ തുടങ്ങി. പിന്നെ പോകുന്നത് ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ഇത് എടുത്തില്ലെങ്കിൽ ഇവരാണ് നഷ്ടം, ഈ പ്രൊഡ്യൂസർക്ക് നഷ്ടമാവും, അല്ലെങ്കിൽ ഈ ആക്ടർക്ക് നഷ്ടമാവും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം ബേസിൽ കേട്ടു. അപ്പോൾ ബേസിൽ അപ്പം തന്നെ ഓക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പ്രൊഡ്യൂസേഴ്സ് കേൾക്കുന്നു, അവരും അപ്പോൾ ഓക്കെ പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ഒരു റിജക്ഷൻ പോയിന്റ് പിന്നെ വന്നിട്ടില്ല. അപ്പോൾ അതെനിക്ക് തോന്നിയത് നമ്മൾ അത്രയും അൾട്ടിമേറ്റ് ആയിട്ട് അതിനകത്ത് വർക്ക് ചെയ്തു എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ഞാൻ
ജെ ചെയ്യാൻ പോകുമ്പോൾ പലരും പറഞ്ഞ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഉണ്ടല്ലോ ഒരു എക്സാമ്പിൾ ആയിട്ട്, അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഇല്ലെങ്കിൽ ഗുരുവായൂരമ്പലമാണെങ്കിൽ ചെയ്യാൻ പോകുമ്പോൾ എല്ലാവരും പ്രിയദർശനൊക്കെ ഇതുപോലത്തെ കുറേ സാധനങ്ങൾ ചെയ്ത് വെച്ചിട്ടില്ലേ. ഞാൻ നമുക്ക് വലിയ നടന്മാരൊന്നും ഇല്ല, ജഗദീഷ് ശ്രീകുമാർ, പപ്പോ ഒന്നുമില്ല ഇപ്പോൾ, എന്നാലും ഉള്ളവർ വെച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പം അങ്ങനെ അതിനുവേണ്ടി മാക്സിമം പണിയെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം വാഴ ചെയ്യുമ്പോഴും പലരും പറഞ്ഞ് ഇങ്ങനത്തെ പടങ്ങൾ ഇപ്പോൾ രോമാഞ്ചം വന്നു, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ആർട്ടിസ്റ്റ് ഇല്ലാതൊരു പടം വരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അപ്പോഴും ഞാൻ പറയുന്നില്ല, നമുക്ക് നമ്മുടേതായ ഒരു സ്പേസിൽ എത്തിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു വർക്കിൻ്റെ പാറ്റേൺ മാറ്റിയപ്പോഴാണ് ഇതെല്ലാം മാറിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ ഒരു കോൺസെൻട്രേഷൻ, ഇത് ആർക്കും ബോറടിക്കരുത്, ആരും റിജക്റ്റ് ചെയ്യരുത്, ഒരാളിന് ഫോൺ എടുക്കരുത്. അത് ഞാനിപ്പോൾ ഈ ലാസ്റ്റ് വാഴ ഞാൻ തിയേറ്ററിൽ കാണുമ്പോഴും ഞാൻ എൻ്റെ കഴുത്ത് ഭയങ്കര വേദന എടുക്കായിരുന്നു. 3 ദിവസം ഞാൻ തിയേറ്ററിൽ നിന്ന് എല്ലാവരും കാണുന്നതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, സിനിമ കാണുന്നില്ല, എല്ലാവരും ചിരിയും പോകണം. അപ്പോൾ ഞാൻ ഒരു പോയിന്റിൽ ഫോൺ എടുത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഒരാൾ അല്ലാതെ ഒരു 2 മണിക്കൂർ ഞാൻ 4 പ്രാവശ്യം തിയേറ്ററിൽ പോയി വാഴ കണ്ടു. ഒരാൾ 1 മിനിറ്റ് ഫോൺ, 1 സെക്കൻഡ്, ഒരു 10 സെക്കൻഡ് ഫോൺ എടുത്തിട്ടുണ്ടാവും ഒരാൾ. വേറെ ആരും ഞാൻ കണ്ട ഷോയിൽ എടുത്തിട്ടില്ല. അത് ജയിലോ സംഭവിച്ചിട്ടുണ്ട്. ഗുരുവായൂരിലും ചിലർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, പക്ഷെ എന്നാലും ഫോൺ എടുത്തിട്ടില്ല. അപ്പോൾ അതൊരു മോട്ടീവായിട്ട് ഇവരെ പിടിച്ചിരുത്തിയിട്ട് തന്നെ ബാക്കി കാര്യം എന്നുള്ള സാധനത്തിലോട്ട് കൊണ്ടുവന്നപ്പോഴാണ് ഈ സിനിമ മൊത്തം മാറിയെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണല്ലോ. ഇപ്പം നമ്മൾ ഏത് റൈറ്റർ, ക്രിയേറ്റീവ്, ആക്ടർ എല്ലാവരോട് ചോദിച്ചാലും പറയുന്നത് തിയേറ്ററിൽ ആളുകളെ പിടിച്ചിരുത്താമെന്ന്. ഇപ്പം ചിലർ പറയുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൂടെ നമുക്ക് സേവ് ചെയ്യാം. ഇപ്പം സുഷിൻ്റെ അനിരുദ്ധിൻ്റെ ഒക്കെ പേര് പറയുമ്പോൾ തന്നെ ആദ്യം പറയുന്നത് സുഷിനാണോ അനിരുദ്ധാണോ സിനിമ സേവ് ചെയ്യപ്പെട്ടോളൂ, അല്ലെങ്കിൽ രക്ഷപ്പെട്ടോളൂ, അല്ലെങ്കിൽ എഡിറ്റേഴ്സിലൂടെ സേവ് ചെയ്യപ്പെടാമെന്ന്. ഇപ്പം വിപിൻ പറയുന്നത്, വിപിൻ തിയേറ്ററിന് വേണ്ടിയിട്ട് സിനിമ ഉണ്ടാക്കുമ്പോൾ തിയേറ്ററിലിരിക്കുന്ന ഒരാൾക്ക് പോലും ഇതിൽ നിന്ന് കണ്ണെടുക്കാൻ, അല്ലെങ്കിൽ പോക്കറ്റിലെ ഫോണിലേക്ക് കൈ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഡിസ്ട്രാക്ഷൻ വരാതിരിക്കണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി സിനിമ ഉണ്ടാക്കിയതിന് ശേഷം ഉണ്ടായി എന്നാണല്ലോ. അപ്പോൾ ശരിക്കും അതിന് എന്താ അതിൻ്റെ ഒരു പ്രീസെറ്റ്? അതായത് ഇത് തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? കാരണം വെച്ചാൽ വാഴയുടെ കാര്യത്തിൽ ആ സക്സസ് തിയേറ്ററിൽ കാണുന്നുണ്ട്. ഗുരുവായൂരമ്പല നടയിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കിടയിലും ഈ പറഞ്ഞ തിയേറ്ററിൽ ഒരു എൻഗേജ്മെൻറ്റും എൻ്റർടൈനിങ് എലമെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ജയഹയുടെ കാര്യത്തിൽ ജയഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സമാനതകളില്ലാത്തൊരു സക്സസ് ഉണ്ടാക്കിയിരുന്നത്. അന്ന് ബേസിൽ ഈ സ്റ്റാർഡം ഇല്ല, അല്ലെങ്കിൽ അന്ന് ഇപ്പം 2 ബേസിലാണെങ്കിലും ദർശനയാണെങ്കിലും അങ്ങനെ ഒരു അത്രയും പോപ്പുലർ സ്റ്റാറിനെ വെച്ചിട്ടല്ല പടം വരുന്നത്. ഈ പറയുന്നൊരു ഈ സക്സസിന്റെ തുടർച്ചകൾക്കിടയിൽ എങ്ങനെയാണ് ആളുകളെ എൻഗേജ്ഡ് ആക്കാനുള്ള ഒരു ഫോർമുല? അത് എനിക്ക് അങ്ങനെ ഒരു ഫോർമുല ഉണ്ടോന്ന് അറിയില്ല. ഞാൻ ഉപയോഗിക്കുന്നത് മെയിനായിട്ട് ആദ്യത്തെ ഒരു 25 മിനിറ്റ് സീക്വൻസുകൾ മാത്രമേ ഉള്ളൂ, സീൻസ് ഇല്ല. എനിക്കൊന്ന് ജയിൽ 2 സീൻ എന്തേ ഉള്ളൂ ഫസ്റ്റ് ഹാഫിൽ, വാഴയിൽ 1 സീനേ ഉള്ളൂ ഫസ്റ്റ് ഹാഫിൽ. ബാക്കി എല്ലാം റീൽസ് പോലെ പോവാണ്, പടം ഓടുകയാണ്. അപ്പോൾ ആളുടെ മൈൻഡ് അനുസരിച്ച്, ഇപ്പോൾ റീല് കാണുന്ന ഒരാളുടെ മൈൻഡ് സെറ്റിനകത്ത് സിനിമ പോകുന്നു. ഗുരുവായൂരിനാണെങ്കിലും ആദ്യത്തെ 20 മിനിറ്റും റീലാണ്, അതിനകത്തൊരു സീൻ പോലും ഇല്ല. പിന്നെ സീൻ തുടങ്ങുന്നത്. അപ്പം അതൊരു ഭയങ്കര പ്രാക്ടീസായിട്ട് മാറി. പിന്നെ ആവശ്യമില്ലാത്ത ഷോട്ടുകൾ, ആവശ്യമില്ലാത്ത ഡിലേസ് ഒന്നും കൂടില്ല. ഇപ്പം നിങ്ങൾ ഈ 3 സിനിമ എടുത്തു കഴിഞ്ഞാലും ഇതിനകത്ത് ഒരു രജിസ്റ്റർ ചെയ്യുന്നൊരു ഷോട്ടില്ല. സ്കൂൾ രജിസ്റ്റർ ചെയ്യുന്ന സാധനമില്ല. കുടുംബോടെ രജിസ്റ്റർ ചെയ്യുന്ന ഷോട്ട് നിങ്ങൾ ഇതിലില്ല. 2 വീട് രജിസ്റ്റർ ചെയ്യുന്ന ഒരു ഷോട്ട് ഞാൻ വെച്ചിട്ടില്ല. വണ്ടി വരുമ്പോൾ കാണുന്നെങ്കിലേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞോടെ വെക്കുന്നത് നമ്മുടെ ഗുരുവായൂരമ്പലത്തിൽ ഇവരുടെ വീട് കാണിക്കുന്നത് ബേസില് ബൈക്കൊക്കെ എടുത്ത് വന്നപ്പോഴാണ് ഇതാണ് ഇവരുടെ കുറച്ചുകൂടി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു ഹാപ്പനിങ്ങിന്റെ പുറത്താണ്. ഗുരുവായൂരമ്പലത്തിന്റെ വൈറ്റ് ഷോട്ട് വെച്ചിട്ടില്ല. സിമ്പിൾ ലോജിക്കാണ്. ആ വൈറ്റ് ഷോട്ട് വെച്ചിട്ടില്ല. സിനിമ വൈറ്റ് ഷോട്ടും ഹെലിക്യാം അല്ലെങ്കിൽ 3rd ഷോട്ടിലോട്ട് പോകാൻ ഞാൻ വിട്ടിട്ടില്ല. അപ്പം ഫുൾ അതിനകത്ത് ഇൻവോൾവ് ആയി ഓരോ ഷോട്ടും എഡ്ജ് ടു എഡ്ജ് കൊണ്ടുപോകാൻ നോക്കുന്ന ശ്രമം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട്. അപ്പം അത് എഡിറ്റിലും മ്യൂസിക്കിലും, അപ്പം ഇപ്പം ഷൂട്ടിലത് താഴ്ന്നു പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് അത് എഡിറ്റിൽ പിടിക്കണം നിർബന്ധമുണ്ട്. അത് എഡിറ്റിലും പാളിയാൽ പിന്നെ മ്യൂസിക് പിടിക്കണമെന്നുണ്ട്. ഇനിയും വർക്ക് ചെയ്യണമെങ്കിൽ റീഷൂട്ട് എന്നുള്ളതാണ് എൻ്റെ പ്ലാൻ. വീണ്ടും റീഷൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ സീന് ജമ്പ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ സ്ട്രക്ചറിൽ ആ കൃത്യമായിട്ട് എഴുതി ഓരോ ഷോർട്ട് വൈസ് ലോക്ക് ചെയ്ത് പോകുന്നുണ്ട് കുറേ ഇടത്തൊക്കെ. പിന്നെ പക്ഷേ കോമഡിക്ക് വരുമ്പോൾ കുറച്ച് ലൂസ് ആവുമെങ്കിലും ഈ സീനുകൾ ജമ്പ് ചെയ്യാനുള്ള സ്പേസ് ഞാൻ ഇട്ടിട്ട് പോകും. അപ്പോൾ ഒരു സീൻ കട്ടായി പോയാലും സിനിമ ചിലപ്പോൾ ജമ്പായി പോകും. അപ്പം ഒരു സീൻ വർക്കായില്ലെങ്കിൽ ആ സീൻ തൂക്കിയാലും ആരും അറിയില്ല. പ്രത്യേകിച്ച് ഒരു കഥയൊന്നും പറയുന്നില്ല. അപ്പം 3 സിനിമയിലും കഥയൊന്നുമില്ല. ഒരു രൂപയുടെ കഥയില്ല. ഇത് ഞാൻ പറയുമ്പോൾ എന്താ നോക്കുന്നറിയോ, ഒരുപക്ഷെ വിപിൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ട് വിപിൻ പറയാം ഒരു പോസിറ്റീവ്സും നെഗറ്റീവ്സും പറയാമല്ലോ. വിപിൻ്റെ സിനിമയെക്കുറിച്ചുള്ള എല്ലാ പോസിറ്റീവ്സുമാണ് ഈ പറഞ്ഞ, പ്രത്യേകിച്ച് കഥയില്ലാതെ ആളുകൾ എൻ്റർടൈനിങ് ആവുന്നു. നെഗറ്റീവ്സും ഇതാണ്, ഇത് റീല് പോലെയാണ്, ഇത് തന്നെയാണ് വിപിൻ പറയുന്നത്. അതായത് എന്താണോ പോസിറ്റീവായി പറയുന്നത്, എന്താണ് നെഗറ്റീവായിട്ട്, ഇത് ഒന്നിച്ച് ചേർത്തിട്ട് ഇതാണ്. ഇപ്പോൾ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത ഷോട്ട് പോലും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഇത് വിപിൻ തന്നെയാണ് പറയുന്നത്, ഇതൊന്നും ഇല്ല, ഇതിങ്ങനെയാണ്. ഷോട്ടുകളില്ല ഈ 3 സിനിമകളോട് ജിപ്പ് ഷോട്ട് ആവപ്പെട്ടുള്ളത് എനിക്ക് തോന്നുന്നു. ആ ഗുരുവായൂരിൽ ആ പാട്ട് സീനിലൊരു ഷോട്ടും
ഗുരുവായൂർ അമ്പലത്തിൽ ആ ക്രൗഡിൻ്റെ ഇടയിൽ കാണിക്കാൻ 2 ഷോട്ട് ജിപ്പ് ഷോട്ട് യൂസ് ഉള്ളൂ. ഹെലിക്യാം ഷോട്ടും ഹെലിക്യാമിന് ആവശ്യമുള്ള 2 ഷോട്ടേ ഉള്ളൂ. ഗുരുവായൂർ പോലും ഞാൻ ഹെലിക്യാമിൻ്റെ POV ഷോട്ട് എടുത്തിട്ടില്ല. എന്നാൽ അന്താക്ഷരി എന്ന് പറഞ്ഞ നേരത്തെ എടുത്ത ഇതില് ഈ പറയുന്ന ഒരു അല്ലെ കുറച്ചുകൂടി സിനിമാറ്റിക് ആർട്ടിസ്റ്റിക് ഇതുള്ള എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ്. അപ്പം അവിടുന്ന് അത് പിന്നെ അന്താക്ഷരി ഞാൻ കുറച്ചുകൂടി OTT പ്ലാറ്റ്ഫോം എന്നുള്ള സാധനം പോയിരിക്കുന്നത്. അപ്പം അതൊരു സീരീസ് മൂഡ് വരുന്നു ആദ്യം. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അതിലങ്ങനെ വന്നത്. പക്ഷെ പിന്നെ വന്നതിലൊന്നും ഈ എക്സ്ട്രാ ഗിമിക്സുകൾ കാണിക്കാനോ അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ കഴിവുകൾ കാണിക്കാനോ അല്ലെങ്കിൽ ഇവരുടെ ആർട്ടിൻ്റെ ഒരു അതിപ്രസരം കാണിക്കാനോ ഒന്നും ഒരിടത്ത് നമ്മൾ ആദ്യം ഗുരുവായൂരിൽ ചിലപ്പോൾ ശ്രമിച്ചിട്ടുണ്ടാവും കുറച്ചുകൂടെ കളർഫുൾ ആക്കാൻ. അല്ലാതെ ബാക്കി ഒന്നിലും അങ്ങനത്തെ പരിപാടികളോട്ട് പിടിച്ചിട്ടില്ല. കംപ്ലീറ്റ് ആയിട്ട് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് അവരുടെ മൈൻഡിനൂടെ അവരുടെ ഇമോഷൻസിലൂടെ മാത്രം സിനിമ ട്രാവൽ ചെയ്യിക്കാന്നുള്ള ഒറ്റ ഐഡിയ മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പം പ്രത്യേകിച്ച് കഥകളും ഇല്ലാത്തതുകൊണ്ട് എനിക്കറിയാം ഇത് ഫസ്റ്റ് 5 സീനിൽ ഇന്ത്യ ലൈഫിന് സിനിമ ഇല്ല. അപ്പോൾ ആദ്യത്തെ 5-6 മിനിറ്റ് എനിക്ക് ഭയങ്കര ക്രൂഷ്യൽ തന്നെ ആയിരിക്കും. അപ്പോൾ അതിൽ കയറി പിന്നെ അങ്ങോട്ട് പോകുന്നൊരു മൂഡിലോട്ട് കൊണ്ടുപോയി ഇത് ഇൻട്രോലാകുമ്പോൾ ആളുകൾ അറിയില്ല. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ സാധാരണ എഴുതുന്ന പ്ലോട്ട് പോയിന്റ് ട്വിസ്റ്റുകളൊക്കെ ഇപ്പം ഗുരുവായൂരിൻ്റെ നമ്മൾ ആദ്യത്തെ ഡ്രാഫ്റ്റ് പ്രകാരം ദീപ് എഴുതിയ പ്രകാരം ഇൻട്രോയിലാണ് നിഖിലെ തിരിച്ചറിയുന്നത്. നിഖിലെയാണ് ഇങ്ങനെ പ്രശ്നമുള്ളത് പൃഥ്വിരാജും ബേസിലും കാണുന്നത് ഓഡിയൻസ് അറിയുന്നത്. നമ്മുടെ സിനിമ ആ സാധനം നമ്മൾ 15ാമത്തെ മിനിറ്റ് കൊണ്ടുവന്നു. അപ്പം എൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് പ്രകാരം ജയജയയുടെ ആദ്യത്തെ ഡ്രാഫ്റ്റില് ഇൻട്രോലാണ്. അപ്പം ജയജയയുടെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ബേസിലും ദർശനം നമ്മുടെ ക്ലൈമാക്സ് ഫൈറ്റാണ്. കോടതിയല്ല, ഞാനത് ഇൻട്രോലിൻ്റെ തൊട്ട് അടുത്ത സീൻ കൊണ്ടുവന്നു. അതുപോലെ വാഴയുടെ ഇൻട്രോൽ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് സീനാണ് നമ്മുടെ വാഴയുടെ ഫസ്റ്റ് ഡ്രാഫ്റ്റിന്റെ ക്ലൈമാക്സ്. അപ്പൊ ഞാൻ അത്രയും റീവർക്ക് ചെയ്ത് സ്ട്രക്ചർ പൊളിച്ചപ്പോ ഈ പറയുന്നത് അത് കൂടുതൽ എൻഗേജിങ് ആയിട്ടാണല്ലോ വന്നത്. പക്ഷെ അത് ഏതെങ്കിലും തരത്തിൽ അത് ഇപ്പം നമ്മൾ നിങ്ങൾ ആ ഡ്രാഫ്റ്റിൽ അത്രയും പൊളിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ വലിയ മാറ്റമാണല്ലോ ഉണ്ടാക്കുന്നത്. ഇപ്പം ഇവരുടെ ആക്ഷൻ സീക്വൻസ് ക്ലൈമാക്സ് ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്ഷൻ സീക്വൻസ് എന്നാണ് ഈ സിനിമ എലവേറ്റ് ചെയ്തിട്ട് ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് ഉണ്ടാവുന്നത് തന്നെ ഈ ആക്ഷൻ സീൻ എന്നാണല്ലോ. പിന്നെ നിഖിലയുടെ ക്യാരക്ടർ ആ റിവലേഷനിലാണ് പിന്നെയുള്ള സിനിമ തന്നെ. ഇവരുടെ റൈവൽറി ഈ പിന്നെ ഒരു റൊമാൻസ് പൊളിഞ്ഞിട്ട് റൈവൽറി ആവുന്നതൊക്കെ അവിടെയാണല്ലോ. അതെ, എല്ലാവരും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഒരു 1/2 മണിക്കൂർ എടുക്കും. ഞാനൊരു 10 മിനിറ്റിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുമോ നോക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ഇങ്ങോട്ട് കയറും. അപ്പോൾ നമ്മൾ എഴുതിയ ഡ്രാഫ്റ്റിൽ നിന്ന് ഇതെല്ലാം അകത്തോട്ട് വരും. അപ്പം പിന്നെ നമ്മൾ ഒരു ക്ലൈമാക്സ് എഴുതി വയ്ക്കുമല്ലോ. അപ്പം ഞാൻ ക്ലൈമാക്സിന് അപ്പുറം ചിന്തിക്കും. ഈ സിനിമ ക്ലൈമാക്സ് ഇപ്പോൾ 2 കല്യാണം വെച്ച് സിനിമ തീർന്നു, ഇനി അതിന് ശേഷം എന്തായിരിക്കും? അല്ലെങ്കിൽ 2 തമ്മിലൊരു അടി വെച്ചു. അപ്പോൾ അയ്യപ്പനും കോശിയാണെങ്കിൽ 2 തമ്മിൽ അടി വെച്ച് കോംപ്രമൈസായി. എൻ്റെ ത്രില്ല് ഇനിയാണ്. ഇനി ഇവരെങ്ങനെ ബിഹേവ് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവരിനി പ്രീ ക്ലൈമാക്സ് മോഡ് വർക്ക് ചെയ്യും. അപ്പൊ അവിടുന്ന് പുതിയൊരു സിനിമ വരും എനിക്ക്. അതായത് നിങ്ങളൊരു സിനിമയ്ക്ക് വേണ്ടി ഒരു ക്ലൈമാക്സ് ആലോചിക്കണേ, ക്ലൈമാക്സ് ഒരു ഇന്റർവെൽ ആക്കിയാൽ ഞാൻ എൻ്റെ അടുത്ത് കഥ പറയുമ്പോൾ ഇത് എൻ്റെ ഇന്റർവെൽ, ഇനി നിങ്ങൾ ബാക്കി പറയാന്ന് പറയും ക്ലൈമാക്സ് പറയുമ്പോൾ. അപ്പം എന്ന് വെച്ചാൽ വേറെ തന്നെ നമുക്ക് സിനിമ കിട്ടും. അതൊരു നമ്മൾ ഇതുവരെ കണ്ട ടെംപ്ലേറ്റ് സിനിമ ആയിരിക്കും കണ്ടുകൊണ്ടിരിക്കണേ. അവിടെ നിന്നായിരിക്കും നമ്മൾ ഒറിജിനൽ സിനിമ തുടങ്ങുന്നത്. ഇപ്പോൾ വാഴ അങ്ങനെയാണ് തുടങ്ങുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ജയജയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ അത് ആ ഫൈറ്റിന് ശേഷം ഉറപ്പായിട്ട് അവർ അടിച്ച് പിരിഞ്ഞ് ഡിവോഴ്സ് പരിപാടി കഴിഞ്ഞു. പക്ഷെ അല്ല, അവിടെ നമ്മൾ എങ്ങോട്ടൊക്കെ സിനിമ കൊണ്ടുപോകാം. അവിടെ നിന്നാണ് നമ്മുടെ സിനിമയുടെ ലൈഫ് തുടങ്ങിയെന്ന് എനിക്ക് തോന്നി എല്ലാ സിനിമയിലും. ആ വ്യത്യാസമായിരിക്കും നമ്മൾ സിനിമയിൽ കാണുന്നത്. വേറെ കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം പിന്നെ ആദ്യത്തെ സിനിമ മുത്തുകൗ പ്രേക്ഷകർ സ്വീകരിക്കപ്പെടാതെ പോയി. പക്ഷേ ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടുള്ള പാട്ടുകളും സംഗതിയൊക്കെ ആയിട്ട് പിന്നെ എനിക്കൊന്ന് അതിൻ്റെ പാട്ടൊക്കെ ഇതായിട്ട് വരുമ്പോഴും വലിയ പ്രതീക്ഷിച്ചിട്ടുള്ള സിനിമ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാളുകൾ ആരും കാണാതെ പോകുന്നൊരു നിരാശയിലാണല്ലോ 6 വർഷം ഒരു ബ്രേക്ക് ഉണ്ടാവുന്നത്. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് എന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലിരിക്കേണ്ടി വരികയാണ്. ഈ ഘട്ടത്തിൽ നിങ്ങളുടെ ഫിലിം മേക്കർ എന്നുള്ള ആഗ്രഹത്തിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതിനുശേഷം ആണ് അന്താക്ഷരി വരുന്നത്. അതിന് വലിയ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ കിട്ടുന്നു. ജയഹേ എന്ന് പറയുന്നത് തിയേറ്റർ തന്നെ വലിയ ഹിറ്റായി എല്ലാ നിലയ്ക്കും ആഘോഷിക്കപ്പെടുന്ന സിനിമയാവും. തിയേറ്റർ ആഘോഷിക്കപ്പെടുന്നു, ക്രിട്ടിക്സ് ആഘോഷിക്കപ്പെടുന്നു, എല്ലാ തരത്തിലും ആ സിനിമയ്ക്ക് സ്വീകാര്യത കിട്ടുന്നു. ഇവിടെ വാഴ എന്ന് പറയുന്ന സിനിമ വരുന്ന സമയത്ത് ആദ്യ സിനിമ ഒരു നിലയ്ക്കും സ്വീകരിക്കപ്പെടാത്ത പോയ ഒരു ഫിലിം മേക്കർക്കാണ് രണ്ടാമത്തെ. ഇപ്പം ഞാൻ ഒരിടത്തിൽ ആനന്ദ് മേനൻ എന്ന് പറയുന്ന ആളുടെ ഡെബ്യൂ ആണെന്നാണ് കരുതിയത്. പിന്നീടാണ് ഗൗതമൻ്റെ രഥം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷമുള്ള 2ാമത്തെ സിനിമയായിട്ടാണ് വരുന്നത്. ഇതിൽ ഈ പറയുന്ന നമ്മളൊരു ഒരു തരം സ്വീറ്റ് റിവെഞ്ച് പോലെയോ എന്താണ് ഈ പറയുന്ന, അതായത് വിപിനെ പോലത്തെ ഒരാളെ തന്നെയാണല്ലോ നിങ്ങൾ കൊളാബറേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചത്. അല്ല, ഞാൻ WBTS എന്നുള്ള പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങിയ ഫസ്റ്റ് ഇതാണ്. നമ്മളെ സിനിമ ചെയ്ത് പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കാൻ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഒരു പടം ചെയ്തിട്ട് നമ്മൾ എന്ത് സാധനം ചെയ്യുമ്പോഴും ഒരു ഷോർട്ട് ഫിലിം എടുക്കുന്ന തന്നെ ആദ്യം പാളിപ്പോവും. അപ്പോൾ ഒരു സിനിമ ആദ്യമായിട്ട് എടുക്കുമ്പോൾ എന്തായാലും അതിൽ പ്രശ്നങ്ങളുണ്ടാവാം.
അപ്പം രണ്ടാമത്തെ സിനിമയിലോ മൂന്നാം സിനിമയിലേക്ക് ഒരാൾ കുറച്ചുകൂടെ ഒന്ന് റിഫൈൻഡ് ആയിട്ട് വരുന്ന ഒരു ഡയറക്ടർ, ആ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അയാളുടെ ആ സ്പേസ് എത്തുമ്പോഴത്തേക്ക് അയാൾ ഔട്ടായി പോകും. പിന്നെ ഇത്തവണ വിജയിക്കണം എന്ന് പറഞ്ഞൊരു വാശിയും അതുകൊണ്ടല്ല, വാശിയുടെ അല്ല, ആഗ്രഹമായിട്ടുണ്ടാവല്ലോ. പഠിച്ചത് ചില ഫസ്റ്റ് പടം ചെയ്തിട്ടായിരിക്കും. ഇനി എത്ര അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാലും എത്ര അക്കാഡമിയിൽ പഠിച്ചെന്ന് പറഞ്ഞാലും ഫസ്റ്റ് പടം എടുത്തൊന്ന് കംപ്ലീറ്റ് ആകുമ്പോഴാണ് നമുക്കിത് മനസ്സിലാവും. നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുന്നില്ല, കോളേജിൽ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നില്ല, ഇത് എടുത്ത് പ്രോജക്റ്റ് ചെയ്യുമ്പോഴേ അതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടുള്ളൂ. ആ പ്രോജക്റ്റ് മിക്കവാറും ഫെയിലർ ആകും. പക്ഷേ അതുകൊണ്ടാണ് നമ്മുടെ കരിയറിൽ ബാക്കി ഉണ്ടാകുന്ന വലിയ പ്രോജക്റ്റിലോട്ട് എത്തുന്നത് എന്ന് പറയുന്ന പോലെ ഫസ്റ്റ് പാളാനുള്ള ചാൻസ് വളരെ കൂടുതൽ. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, വയ്ക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയും ഇയാൾ എന്നെപ്പോലെ വീട്ടിൽ ഇരുന്ന ഒരാളാണെന്ന് എനിക്കറിയാം. അപ്പോൾ ആനന്ദിന് എനിക്ക് ഫസ്റ്റ് പടം പോലെ അറിയാം, എനിക്ക് പേഴ്സണലി അറിയാം. അപ്പോൾ ആനന്ദിന് പിന്നെ ഒരു ഓപ്ഷൻ കിട്ടുന്നില്ല. ചിലർക്ക് പടം പിച്ച് ചെയ്തെടുത്ത് പ്രോജക്റ്റ് ആക്കി തിയേറ്ററിൽ എത്തിക്കാനുള്ള ഒരു കഴിവുണ്ടാവില്ല, ഒരു ബേസിക്. അത് വേറൊരു മിടുക്കാണ്. അപ്പോൾ അത് ഇന്ന് എനിക്കുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ എൻ്റെ രണ്ടാമത്തെ ഗുരുവായൂരമ്പലമാണ് ഞാൻ അതൊക്കെ ഞാൻ പഠിച്ചു തുടങ്ങിയത്. ജയ പോലും എനിക്കതുണ്ടായില്ല. അപ്പം ഞാൻ അങ്ങനെ ആനന്ദിനോട് ചോദിച്ചു നിൻ്റെ കഥകളുണ്ടോ? അപ്പോൾ അവൻ 2-3 കഥകൾ പറഞ്ഞു. ഞാൻ എൻ്റെ ഒരു കഥയുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവനോട് പറഞ്ഞു. ഞാനാണ് അവനെ സെലക്ട് ചെയ്യുന്നത്. ഈ കഥയുണ്ട്, നിനക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ തരാം. അപ്പോൾ അവനത് ഓക്കെ ആയിരുന്നു, അവൻ അങ്ങനെ വരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് തന്നെ ഇൻഡസ്ട്രിയിലെ ഫസ്റ്റ് പടം പാളിയിട്ട് അല്ലെങ്കിൽ പരാജയപ്പെട്ടിട്ട് വീട്ടിലിരിക്കുന്ന ഇല്ലെങ്കിൽ കുറച്ച് കഴിവുണ്ടെന്ന് തോന്നിയ ഒരു 4-5 ഡയറക്ടേഴ്സിനെ ഞാൻ ഓൾറെഡി കോൺടാക്ട് വെച്ചിട്ടുണ്ട്. ഞാൻ കോൺടാക്ട് നിങ്ങളെ കഥ തരും, നിങ്ങളൊരു കഥ തരും, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ അതിൽ ക്രാഫ്റ്റ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ 3-4 പേരെ കണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ അവരുടെ അങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് കഥകൾ തരും, എനിക്ക് പ്രൊഡക്ഷൻ ഹൗസ് വേണം, എനിക്ക് നിങ്ങളുടെ കഥകൾ വേണം. പുതിയ ആൾക്കാരെ എനിക്ക് എപ്പോൾ വേണം കിട്ടും, പക്ഷേ എനിക്ക് നിങ്ങളെ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് അവർ തിരിച്ച് കഥകൾ കൊണ്ടുവരാൻ വേണ്ടി റെഡിയായി. അപ്പോൾ അവർ കഥകൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ല അത് മാത്രമല്ല, അത് എത്രയോ പേര് ആദ്യത്തെ സിനിമ കമേഴ്ഷ്യലി പാളിപ്പോയതിൻ്റെ പേരിൽ, അതിൽ തിയേറ്റർ സ്വീകരിക്കപ്പെടാത്തതിൻ്റെ പേരിൽ അടുത്ത പടമായിട്ട് ഈ പറഞ്ഞ നീണ്ട യാത്രകൾ, നീണ്ട നടത്തങ്ങൾ, നീണ്ട ഓട്ടങ്ങൾ, നീണ്ട നിരാശകളായിട്ട് നിൽപ്പുണ്ട്. ഇങ്ങനെ അവരെ ഇൻഡസ്ട്രിയിലുള്ള മേജർ പ്രൊഡക്ഷൻ ഹൗസ് വിശ്വസിക്കില്ല, സ്റ്റാർസ് വിശ്വസിക്കില്ല. കാരണം ഇവരുടെ ആദ്യത്തെ പടം പാളിപ്പോയതാണല്ലോ. അവരിൽ നിന്ന് നമ്മൾ എങ്ങനെ ആ ഷോൾഡറിലേക്ക് എങ്ങനെ ഞാനും അവർക്ക് എന്താണ് അവർക്ക് പറ്റിയെന്നുള്ള നോക്കി ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യാമെന്ന് തന്നെയുള്ള പ്ലാൻ ഉണ്ട്. അതെന്തായാലും ഒരിക്കലും ഇപ്പം ആനന്ദിന് എവിടെയൊക്കെ ഡ്രോബാക്ക് ഉണ്ടോ അതൊക്കെ ഞാൻ ഫുൾഫിൽ ചെയ്ത് കൊടുക്കും. നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത് പ്ലാൻ ചെയ്യും. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്ത് അതൊരു കളക്റ്റീവ് എഫേർട്ട് തന്നെ കൊണ്ടുപോകും. അപ്പം അതൊരിക്കലും പാളിപ്പോരുത്. പ്ലസ് ഞാൻ ഇപ്പോഴും പറയുന്നത് ഒരു പടം പാളി അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്തൊരു പടമാണെന്നാൽ ഇച്ചിരി പാളിപ്പോയെങ്കിൽ ഐ എം റെഡി ടു പബ്ലിക് ഇതുപോലെയാണ്. ഞാനൊരു ആദ്യത്തെ പടം പാളിയതിൽ ഈ നിരാശയിൽ ട്രോമയിലുള്ളവരുണ്ടെങ്കിൽ അവർക്ക് സമീപിക്കാവുന്ന പ്രൊഡക്ഷൻ ഹൗസാണ് വിപിൻ. അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ജിത്തു ജോസഫ് ശരിക്കും എന്നെ ഹെൽപ്പ് ചെയ്തു. ഞാനൊരു ഫോട്ടോ ഇൻസ്റ്റയിൽ ഇട്ടുണ്ട് ജിത്തു ജോസഫിന്റെ കൈ തരുന്നത്. ഞാൻ ഫോട്ടോ ഞാൻ വന്നിട്ട് ആ ഹാൻഡ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി തോന്നി. കാര്യം പുള്ളി അത് ആ പടം കണ്ടിട്ട് ഇത് ഞാൻ വിറ്റ് തരാം, ഞാനത് നിനക്ക് പ്രൊജക്റ്റ് ഇത് പടം എല്ലാവരും കാണണം എന്ന് പുള്ളി തീർന്നിട്ടാണ് ജിത്തിന്റെ അടുത്ത് വീണ്ടും രണ്ടാമത് എത്തുന്നത്. അപ്പം ജിത്ത് ചേർന്ന് ഞാനത് വിറ്റ് തരാം, നിനക്ക് എന്താ വേണ്ടത്, ഇതെങ്ങനെ സെല് ചെയ്യണം. ഞാൻ ചേട്ടാ എനിക്ക് ഒരു ഐഡിയ ഇല്ല, ഇത് നമുക്ക് ഇതിൻ്റെ പ്രോസസ് ഒന്നും അറിയില്ല, ഞാൻ വിറ്റ് തരാം. ഞാൻ എല്ലാവരും വിളിക്കാം, ഹോട്ട്സ്റ്റാറിനെ, ആമസോണിനെ അല്ലെങ്കിൽ എല്ലാ OTT-കാരെയും വിളിക്കുന്നത് ജിത്ത് ചേട്ടനാണ് സെക്കൻഡിന് ശേഷം. അപ്പം പുള്ളിയാണ് മെയിൽ അയക്കുന്നത്. അപ്പോൾ മെയിൽ അയക്കുമ്പോൾ ഞാൻ അയച്ചിട്ട് റിപ്ലൈ ഇല്ല, ഞാൻ എല്ലാവർക്കും അയച്ചിട്ടുണ്ട്, ആരും റിപ്ലൈ ആയിട്ടില്ല. അപ്പോൾ പുള്ളി അയച്ചപ്പോൾ റിപ്ലൈ വന്നു. അപ്പോൾ പുള്ളി പടം കാണിച്ചു. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. അതിലൊരാൾ ഒരു അത്യാവശ്യം കുറച്ച് പ്രോഫിറ്റബിൾ ആയിട്ടൊരു റേറ്റ് പറഞ്ഞു. വിപിൻ കാണിക്കാൻ ശ്രമിച്ചപ്പോൾ കാണണമെന്നില്ല അല്ലേ. അപ്പോൾ അതൊരു ഹാൻഡായിട്ട്, ഒരു ഹെൽപ്പിംഗ് ഹാൻഡായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി നമ്മൾ പടം ചെയ്ത് മാത്രം പോരാ, ഒരാൾ പിടിച്ച് വലിക്കാൻ ചിലപ്പോൾ ആവശ്യം വരും. അപ്പോൾ അത് പുള്ളി ചെയ്തു തന്നു. എന്തായാലും പുള്ളി റെമ്യൂണറേഷൻ മേടിച്ചിട്ടില്ല. അപ്പം എനിക്ക് ജോസഫ് പ്രസൻസ് എനിക്ക് പുള്ളിക്ക് ചെയ്തു കൊടുക്കാൻ ഒന്നുമില്ല. നമുക്ക് എന്ത് ചെയ്താലും പുള്ളിക്ക് അത് പകരാവില്ല. അപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ ഇതുപോലെ തന്നെ 10 പേർക്ക് ഒന്ന് പാളി നിൽക്കാനും നമുക്ക് പിടിക്കാം, നമുക്ക് ശ്രമിച്ചു നോക്കാം. ചിലപ്പോൾ എല്ലായിടത്തും നടക്കണമെന്നില്ല, എന്നാലും. അപ്പോൾ ആനന്ദിൻ്റെ ഫ്രണ്ടിലുണ്ട് ഒരു എക്സാമ്പിൾ, പിന്നെ ഇതിൻ്റെ അസോസിയേറ്റ്സുകളുണ്ട്. എന്നാൽ ഇവർക്ക് ഓരോന്നരട്ട് പറഞ്ഞാൽ നമുക്ക് തുടങ്ങാം എന്നുള്ള പ്ലാനിലാണ്. അതിൻ്റെ അത് പുള്ളി അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, പക്ഷേ ഇത് ഞാൻ അറിഞ്ഞുകൊണ്ട് ഓക്കെ നമുക്ക് ഇങ്ങനെ എനിക്ക് ആ അവസ്ഥ മനസ്സിലാവും. അത് ഞാൻ കണ്ടിട്ട് ഓരോരുത്തരായിട്ട് ഞാൻ വിളിക്കാൻ തുടങ്ങി. ഇതുപോലെ കുറേ വർഷങ്ങളായിട്ട് അസോസിയേറ്റ് ആയിട്ടിരുന്ന 1-2 പേരെ ഞാൻ അങ്ങോട്ട് വിളിച്ചു. എനിക്കങ്ങനെ പേഴ്സണലിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പരിചയമുള്ള ഇയാൾ കുറേ കാലം അസോസിയേറ്റ് സിനിമയിൽ വിളിച്ചിട്ട് എന്തായി നിങ്ങളുടെ കഥ, നിങ്ങൾ ചെയ്യുന്നുണ്ടോ, കഥ കൊണ്ടുപോകാം, നമുക്ക് കേൾക്കാം. എന്നിട്ട് കഥ കേട്ടിട്ട് ഞാൻ അതിൽ കറക്ഷൻ ചെയ്ത് നമുക്ക് റീവർക്ക് ചെയ്യാം, സമയം എടുക്കും പക്ഷെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവരത് ഹാപ്പി ആവും. ഒന്നുമില്ലാത്തടത്ത് ഞാൻ വിളിക്കുന്നതിൻ്റെ ഒരു ഹാപ്പിനെസ് അവർക്കുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു പ്രോസസ്സിലോട്ട് ഇപ്പോൾ ഞാൻ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. വാഴയുടെ ട്രെയിലർ വന്നപ്പോൾ തന്നെ അതിൽ ആദ്യത്തെ കമൻറ്റ് ഇപ്പം എനിക്ക് തോന്നുന്നത് ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള, എന്നാൽ ഈ പറയുന്ന ഈ മൂവി ഗോവേഴ്സ് എല്ലാം അത്ര ഫെമിലിയർ ആവണമെന്നില്ലാത്ത ആളാണ് ഹാഷിർ. അപ്പം ഹാഷിറെ എന്ന് പറയുന്ന
ഹാഷിർ ഫാൻസ് എന്ന് പറയുന്ന ഒരു കമൻറ്റിലാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ട്രെയിലറിന് കിട്ടുന്ന ലൈക്കിനേക്കാളും ഇനീഷ്യൽ ലൈക്ക് വരുന്നത്. എന്നാൽ ഈ സിനിമയുടെ നിർണായക ഭാഗമാണെങ്കിൽ പോലും ഈ സിനിമയെ ലീഡ് ചെയ്യുന്നത് ഹാഷിർ അല്ല. അപ്പോൾ ഈ സിനിമ ആലോചിച്ച സമയത്ത് ഞാൻ പറഞ്ഞാൽ അതൊരു സർപ്രൈസ് കാസ്റ്റ് ആണല്ലോ. കാരണം ഇപ്പോൾ നേരത്തെ ജോമോനെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന സോഷ്യൽ മീഡിയ ക്രിയേറ്റേഴ്സ് കൊളാബറേഷൻ നേരത്തെയും വിപിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ വരുന്ന സമയത്ത് ഇതിൽ ഒരു കാസ്റ്റിങ്ങിൻ്റെ തന്നെ ഒരു ക്രൂഷ്യൽ മൊമെൻറ്റിലേക്ക് എത്തുന്നു. വാഴ 2 എന്ന് പറയുന്ന അനൗൺസ്മെൻറ്റിലേക്ക് അതിനെ എക്സ്റ്റെൻഡ് ചെയ്യിക്കുന്നു. ഇത് ഈ ഒരു ഐഡിയ എങ്ങനെ വന്നതാണ്? അത് എനിക്ക് ഗുരുവായൂർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ജോമോൻ, സിജു, സാഫ് ഇവർക്കൊക്കെ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് എനിക്കറിയാം. അമിത്തിനെ എനിക്കറിയാം, അനുരാജിനെ പേഴ്സണലി. അപ്പം എന്തുകൊണ്ട് ഇവർക്ക് സ്പേസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം പക്ഷെ അതിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഉപയോഗിക്കാനും പറ്റിയിട്ടില്ല അല്ലേ? ഇല്ല. അപ്പം എനിക്ക് അത് എനിക്ക് നേരിട്ട് കണ്ടപ്പോഴാണ്. പക്ഷെ സിനിമ ഇറങ്ങിയിട്ടില്ല, ഗുരുവായൂർ ഇറങ്ങിയിട്ടില്ല. സിനിമ പകുതിയായിട്ടുള്ള ഷൂട്ട്. ജോമോന്റെ സീനുകളൊന്നും എഴുതിയിട്ടില്ല. ജോമോൻ വരുന്നു, ആ ഗ്യാസ് സിലിണ്ടർ സീനും പക്ഷരാജനൊക്കെ, പക്ഷേ സീനൊക്കെ പൃഥ്വിരാജ് എഴുതുന്നത്. പൃഥ്വിരാജ് എന്താ സ്ക്രിപ്റ്റ് ഒന്നുമില്ല, നമ്മൾ ചെയ്യാൻ പോവാണ്, കോമഡി സ്കിറ്റുകൾ ചെയ്യുകയാണെന്നുള്ള പ്ലാനിലാണ് ചെയ്യുന്നത്. അപ്പം അത്രയും കഴിവുള്ള ആൾക്കാർ വരുമ്പോൾ എനിക്കത് കോൺഫിഡൻ്റ് ആണ് ഇത് തിയേറ്ററിൽ വർക്കാവും. അപ്പോൾ അങ്ങനെ ആ സമയത്ത് എന്നാൽ ഇവർ വെച്ച് സിനിമയാന്ന് തോന്നി. ആ സിനിമ ചെയ്യുമ്പോൾ അതിൽ പാർട്ടായിട്ടാണ് ഞാൻ, അതായത് ഗുരുവായൂർ അമ്പലനടയിൽ ജോമോനും ഇവരൊക്കെ വന്ന സമയത്താണ് ഈ വാഴയിലേക്ക് ഇവരെ. അതെ, ജോമോനൊക്കെ എനിക്ക് പേഴ്സണലി അറിയാം, വർഷമായിട്ട്. അല്ല, എന്നാൽ പോലും ഇവരിൽ നിന്ന് അടുത്ത സിനിമ എന്നുള്ള ചിന്ത ഉറപ്പായിട്ടും വന്നു. നമ്മളെന്തായാലും ഗ്യാപ്പുണ്ട് ഗുരുവായൂർ അമ്പലനടയിൽ സിനിമയുടെ ഇടയിൽ. ഇഞ്ചുറി പറ്റിയതുകൊണ്ട്, രാജുവിന് ഇഞ്ചുറി പറ്റിയതുകൊണ്ട് ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൽ നമ്മൾ എല്ലാ മാസവും 10 ദിവസമൊക്കെ ഷൂട്ട് ഉണ്ടാവുന്നുള്ളൂ ഇപ്പം. ആ സമയത്ത് എമ്പുരാന്റെ പരിപാടി, പിന്നെ ഹിന്ദി പരിപാടി ഉണ്ട്, സലാറ് നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ പ്രശ്നങ്ങൾ പിന്നെ ഇഞ്ചുറി ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഗ്യാപ്പ്, നല്ലപോലെ ഗ്യാപ്പ് ഉണ്ടായി. ഇടയ്ക്ക് ഒരു 2-3 മാസമൊക്കെ ത്രൂ ഔട്ട് ഗ്യാപ്പ് ഉണ്ടായി. അപ്പോൾ ആ ഗ്യാപ്പിലൊക്കെ നമ്മൾ വാഴ ഷൂട്ട് ചെയ്യാന്നുള്ള പ്ലാനിലോട്ടെത്തി. അപ്പം ഞാൻ അപ്പം തന്നെ അത് ഇരിങ്ങാലക്കുട, ഇത് ഗുരുവായൂർ നമ്മൾ ഇരിങ്ങാലക്കുട ഒരു ലൊക്കേഷൻ കണ്ടെത്തി. അപ്പോൾ എനിക്ക് ട്രാവൽ ചെയ്യാമല്ലോ. അങ്ങനെ നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കി. എൻ്റെ അസിസ്റ്റൻസ് പകുതി പേര് അങ്ങോട്ട് പോയി. എൻ്റെ ഇതിലെ സെക്കൻഡ് യൂണിറ്റ് ക്യാമറമാനായാലും മെയിൻ ക്യാമറമാനായി. ഇതിൽ വർക്ക് ചെയ്തവരെല്ലാം അതിലോട്ട് പോയി. ഇതിലെ സ്പോട്ട് എടുത്താലും എഡിറ്ററാക്കി. അപ്പോൾ ഇവർക്കെല്ലാം ഒരു വർഷത്തിൽ വേറെ പണിയൊന്നുമില്ലോ. അപ്പോൾ ഇവരെല്ലാം ഞാൻ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പം ഓട്ടോമിന് സിജു, സാഫും ജോമോനെ തന്നെയാണ് ഗുരുവായൂർ അമ്പലയുടെ ബി ടീമാണ് വാഴ. അതിൽ പുറത്തു വന്ന ഒരാൾ ആനന്ദാണ്. കാര്യം ആനന്ദ് വെച്ചത് ഒരാളെങ്കിലും ആ സിനിമയ്ക്ക് വേണ്ടി വേണ്ടേ, ഇല്ലെങ്കിൽ എല്ലാവരും ഫുള്ളായിട്ട് നിൽക്കാൻ ഒരാൾ വേണ്ടേ. പ്ലസ് ആനന്ദിന് അങ്ങനെ സ്പേസും ഉണ്ട്. അപ്പം അങ്ങനെയാണ് ആനന്ദ് വരുന്നത്. അപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹാഷറിന് എനിക്ക് ആഡ് ചെയ്യണമെന്നുണ്ട്. ഹാഷറിന് ഞാൻ ആഡ് ചെയ്തു. ഹാഷർ വന്ന സീനുകളൊക്കെ ഹാഷർ കൊളുത്തുന്നുണ്ട്, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ബേസിലോട്ടുള്ള സീനിൽ ആഷറിനെ ആഡ് ചെയ്തു. പക്ഷേ അവിടെ വെച്ച് ഇംപ്രവൈസേഷൻ തുടങ്ങി. ഒരു 2 ദിവസത്തേക്ക് ആഷിന് ഭയങ്കര പേടിയുള്ള ഒരു നാണം കുണിയായിട്ടൊരു സ്ക്രീനിലേക്ക് വരും. അപ്പോൾ അപ്പൊ അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ പറയും, നീ വന്ന് നോക്ക്, 2 ദിവസം ലൊക്കേഷനിൽ നിൽക്ക്, ചെയ്തു നോക്ക്, വർക്ക് ആവണമെങ്കിൽ നമുക്ക് അടുത്ത സീനിലോട്ട് പോകാം. ഇല്ലെങ്കിൽ നമുക്ക് നീ ഇതിന് വിട്ടുപോയാലും കുഴപ്പമൊന്നുമില്ലല്ലോ, നീ അല്ലല്ലോ നായകൻ, നീ മെയിനല്ല എന്ന് പറയുമ്പം അവരെന്താ ചെയ്യാൻ ചേട്ടാ എന്ന് പറഞ്ഞിട്ടാണ് അവർ 4 പേരും ഒരുമിച്ച് വരുന്നുള്ളൂ, ഒരുമിച്ച് പോകുന്നുള്ളൂ. ഒരു റൂമിൽ കിടക്കുന്ന 4 പേരാണ്. അപ്പോൾ അവർ വരുന്നു, ഞാനൊരു സീൻ കൊടുക്കുന്നു, അത് വർക്കാവുന്നു, അടുത്ത വീണ്ടും 2ാമതൊരു സീൻ കൊടുക്കുന്നു, 3ാം സീൻ കൊടുക്കുന്നു, പിന്നെ അവർ ആ ഷെഡ്യൂൾ കഴിഞ്ഞു. അതായത് അത് നേരത്തെ എഴുതി വെച്ചതിൽ കിട്ടിയത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും അടുത്ത ഷെഡ്യൂൾ വരുമ്പോൾ വീണ്ടും 2 സീൻ ആഡ് ചെയ്യുന്നു. അപ്പം എന്നാൽ പിന്നെ ബേസിലോട്ടുള്ള സീനിൽ ഇവന്മാരെല്ലാവരും ഉള്ള സീനിൽ അവനെയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം, അങ്ങനെ ആഡ് ചെയ്യാണ്. അപ്പം ആഡ് ചെയ്തപ്പോൾ അവൻ കുറച്ച് സാധനങ്ങൾ അവനും പറയുന്നുണ്ട്, നമ്മൾ പറയുന്ന സാധനങ്ങൾ ഡബിളായിട്ട് ഇമ്പാക്ട്ഫുൾ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഇവന് നല്ല പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പം വാഴ എനിക്ക് ഒറ്റ സ്റ്റെപ്പിൽ പറഞ്ഞാൽ തീരാവുന്ന സിനിമയില്ല. നമ്മൾ ലക്ഷം വാഴകളുണ്ടെങ്കിൽ 5 പേരുടെ കഥ ഞാൻ പറയുന്നു. അപ്പം ഇനിയും ഉണ്ട് 10-100 പേരെ നമുക്ക് പറയാൻ സുഖമായിട്ട്. അപ്പം ഞാൻ ചെന്നാൽ പിന്നെ ഒരു സെക്കൻഡും തേർഡിലോട്ടൊക്കെ പോകാന്നുള്ള ആലോചന അന്നേ വന്നു. അപ്പം പക്ഷെ അതിൻ്റെ സക്സസ് ആണല്ലോ നമ്മളെല്ലാം തീരുമാനം. പക്ഷേ എൻ്റെ പോകാൻ നമുക്ക് മനസ്സിലായി ഇത് വർക്കാവും. ഗുരുവായൂരിൻ്റെ ഒരു എൻഡിലോട്ടൊക്കെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഗുരുവായൂർ വർക്കായി തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഗുരുവായൂർ ഓക്കെ ആണെങ്കിൽ എനിക്ക് വാഴ ഡബിൾ ഓക്കെ ആയിരിക്കും എന്നുള്ള മുകളിലോട്ട് ഞാൻ എത്തി. അപ്പം ഞാൻ എന്നാൽ പിന്നെ ഇതൊരു സീക്വൻസ് പിടിക്കാം, ഇതോ നമുക്കൊരു മാർവൽ മരവാഴ പിടിക്കാം അങ്ങനെ അതും കൂടെ. വാഴ 2 മരവാഴയാണോ? അല്ലല്ല, വാഴ 2 ബയോപിക് ഓഫ് എ ബില്യൺ ബ്രോസ് ആണ്. അപ്പൊ അത് ഇവരുടെ കഥയായിട്ട്. ഇപ്പം അതിൽ എല്ലാരും വരും. ഈ പറഞ്ഞ വാഴ നമ്മള് കുറച്ച് കണ്ട ഹാഷറിനെ പോലുള്ള ആളുകളാണ് ലീഡ് ചെയ്യുന്നത്. ഇതിന് സീക്വൽസ് ഇനിയും ഉണ്ടാവും. അപ്പൊ അതിനുള്ള വേറെ ആൾക്കാരും ഇൻസ്റ്റയിലുള്ള അല്ലെങ്കിൽ റീലിലുള്ള ആൾക്കാർ ഇനിയും വരാം, ഇനിയും ആഡ് ചെയ്യും. അപ്പം അതൊരു സീക്വൻസ്, ഒരു സീക്വൽ പോലെ പോകാനുള്ള എല്ലാ സാധ്യതയും അതിനകത്തുണ്ട്. കാരണം നമുക്ക് ഡെയിലി
കണ്ടന്റുകൾ കിട്ടുന്നുണ്ട് അതിന് വേണ്ടിയിട്ട്. ഇപ്പം ഞാനിത് പണ്ട് പറയുമ്പോൾ എനിക്ക് ലിജോസ് പെലിശ്ശേരി ഒരു സീൻ പറഞ്ഞു, എൻ്റെ സ്കൂൾ ലൈഫിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നുണ്ട്, നല്ല രസമായിട്ടൊരു സീൻ പറഞ്ഞു. ഈ വാഴ പറഞ്ഞപ്പോൾ ഞാൻ നോട്ട് വെച്ചിട്ടുണ്ട്, അതിൽ ഇത് ഉപയോഗിച്ചിട്ടില്ല, ആണെങ്കിൽ വാഴ 2 ഉപയോഗിക്കാം. വിജയബാബു പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എവിടെയൊക്കെ പോയി ഒരു കഥ പറഞ്ഞാലും, ഇപ്പം ഞാൻ മനീഷിനോട് പറഞ്ഞാലും മനീഷ് പറയും ഞാൻ എൻ്റെ പണ്ട് സ്കൂൾ ലൈഫിൽ നിന്നുകൊണ്ട് മനീഷ് പറയും ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ളൊരു സംഭവം പറയും. അത് നമ്മൾ നോട്ട് ചെയ്താൽ മതി, സിമ്പിളാണ്. അപ്പം ഞാൻ വാഴ ഷൂട്ട് ചെയ്യുമ്പോഴും ആനന്ദിൻ്റെയും ഈ പറഞ്ഞ അസിസ്റ്റൻസിൻ്റെയും അസോസിയേറ്റിൻ്റെയും ക്യാമറമാൻ്റെയും ഒക്കെ ലൈഫിലുള്ള കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് അടിത്തു. എല്ലാവരുടെ ഒരു വാഴ എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പൊ ജയ ചെയ്തപ്പോൾ ഇതേ സാധനം ഉണ്ടായി, പലരും വന്നിട്ട് എന്റെ ലൈഫിൽ ഇങ്ങനെ സാധനം ഉണ്ടെന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മൾ അടിയും, എല്ലാം കളക്റ്റീവായിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് വാഴയ്ക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ പിന്നെ അതിനൊരു തുടർച്ച ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയും നമ്മൾ കണ്ടു. ഈ വാഴയുടെ കാര്യം പറയുന്ന സമയത്ത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഫിലിം മേക്കർ ഡയറക്ടർ എന്നുള്ള ഇത് ഭയങ്കര സക്സസ്ഫുൾ ആകുമ്പോൾ റൈറ്റിംഗ് എന്ന് പറയുന്ന സാധനം അതും സെയിം ഇൻവെസ്റ്റ്മെൻറ്റ്, സെയിം സമയം, അല്ലെങ്കിൽ ഈ പറയുന്ന ഷൂട്ടിംഗ് ഡേയ്സിലൊക്കെ വിപിനും കൂടി അവിടെ ആക്റ്റീവായിട്ട് ഉണ്ടാവുകയാണല്ലോ. അങ്ങനെ വേണ്ട ഒരു സംഗതിയാണല്ലോ. അപ്പോൾ നെക്സ്റ്റ് ഡിറക്ഷൻ എന്നുള്ള രീതിയിലാണല്ലോ എല്ലാവരും പ്രിഫർ ചെയ്യുക. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഉറപ്പായും അവരുടെ സ്വന്തം പേരിൽ വരുന്നൊരു സിനിമ എന്നുള്ള രീതിയിലുണ്ടല്ലോ. ഇപ്പോൾ ഇത് വാഴ 2 ആ സീക്വൽ ഞാൻ സ്വാഭാവികമായിട്ട് വിചാരിച്ചിരുന്നത് ആനന്ദ് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു വാഴ 2 ഞാനല്ല ഡയറക്റ്റ് ചെയ്യുന്നതെന്ന്. ആരാണെന്ന് പറയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് വിപിനെ കാണുന്ന സമയത്ത് ഞാൻ വിചാരിക്കുന്നതാണ് അപ്പോൾ വാഴ 2 ഇതിൻ്റെ ഒരു ലാർജർ വേർഷൻ. അത് ഇത്രയും പൊതുവേ സീക്വൽ വരുമ്പം ഫസ്റ്റ് പാർട്ട് വലിയ സക്സസ് ആണെങ്കിൽ അതിൻ്റെ കുറച്ചുകൂടി ലാർജർ സ്കെയിൽ ലാർജർ പടമായിട്ടാണല്ലോ വരിക. അപ്പോൾ വാഴ 2 വിപിൻ ചെയ്യുന്നൊരു സിനിമയായിട്ടാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അങ്ങനെയല്ല അല്ല, ഞാൻ ജയ ഹേ ഇല്ലെങ്കിൽ അന്താക്ഷരി, ഗുരുവായൂർ, വാഴ ചെയ്യുന്നപ്പോൾ എൻ്റെ കൂടെ കുറേ ആൾക്കാരുണ്ട്. ഈ പറഞ്ഞ അസിസ്റ്റൻസ് എൻ്റെ ക്യാമറ ടീമിലുണ്ട് ഒരു 5-6 പേര്, ഡയറക്ഷൻ ടീമിലുണ്ട്, ഈ പറഞ്ഞ മ്യൂസിക് ടീമിലുണ്ട്. അപ്പം ഇവരൊരു കളക്റ്റീവായിട്ട് കുറേ ആൾക്കാർ, ഞാൻ ഒരു 10-20 പേര് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. എൻ്റെ ഫ്ലാറ്റ് വന്നാലും എൻ്റെ കൂടെ വന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവർ എല്ലാം പല ഡിപ്പാർട്ട്മെൻറ്റ് ആൾക്കാരാണെങ്കിൽ ഇവർ എൻ്റെ കൂടെയാണ് എപ്പോഴും. അപ്പം ഇവർക്കൊരു സിനിമ എന്നുള്ളതിലാണ് ഈ വാഴ പ്ലാൻ ചെയ്തത്. അപ്പം അതുകൊണ്ടാണ് മ്യൂസീഷ്യൻ, എൻ്റെ ജയിലും ഗുരുവായൂരിലും വർക്ക് ചെയ്ത മ്യൂസീഷ്യൻസിലാണ് കൂടുതലും വാഴയിലെ പാട്ടുകൾ ചെയ്തിരിക്കുന്നത്. അതിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത ആൾക്കാരാണ് വാഴയിലെ പാട്ടുകൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇലക്ട്രോണിക്കലി പാർവതീഷ് ഇല്ലെങ്കിൽ ആർക്കേഡോ എന്ന് പറഞ്ഞവരൊക്കെ അംഗത്തിൻ്റെ അസിസ്റ്റൻസ് ആണ്. അപ്പം നമുക്ക് എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി എന്നുള്ള ഒരു പ്ലാനിലാണ് വാഴ ചെയ്തത്. അപ്പം നമുക്ക് വാഴ സീക്വൻസ് ചെയ്യുമ്പോഴും നമുക്ക് ആ സീക്വലിൽ ഉറപ്പായിട്ടും ഫിലിം സ്കൂൾ പോലെ വർക്കാവും. ഫിലിം സ്കൂൾ ഇവരൊക്കെ ഓരോ സിനിമ ചെയ്യുമ്പോഴും നമുക്ക് ആൾ കൂടി വരിക. അപ്പൊ ജയ ചെയ്തപ്പോൾ 4 പേരുണ്ടായിരുന്നെങ്കിൽ ഗുരുവായൂർ വന്നപ്പോൾ 12 പേരായി അസിസ്റ്റൻസ്. അപ്പൊ അത് ഈ 12 പേരും പിരിച്ചു വിട്ടാൽ ഇവര് പോവില്ല, പലയിടത്തും കറങ്ങി തിരിച്ചു വരും. അപ്പൊ ഞാൻ കുറച്ചൊരു വാഴയിലോട്ട് ഇട്ടു, കുറച്ച് ഇനി അടുത്ത വാഴ 2-ലും എൻ്റെ അടുത്ത പടത്തിലോട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടു. അപ്പൊ വീണ്ടും 2-3 വേണം. അപ്പൊ ഇതിങ്ങനെ ട്രീ വലുതായിക്കൊണ്ടിരിക്കണം. അപ്പൊ ഞാൻ വിളിച്ചു എന്നാൽ പിന്നെ അപ്പോൾ എന്തായാലും പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ കൂടെ ഉള്ളവർക്ക് അത് ഹെൽപ്ഫുൾ ആവട്ടെ, അല്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ എൻ്റെ കൂടെ നിൽക്കുന്ന പലർക്കും പോയി ഒരു കഥ പിച്ച് ചെയ്യാനുള്ളൊരു ഒരു 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 ഇൻസെക്യൂരിറ്റിയോ അല്ലെങ്കിൽ അവർക്ക് ഒരു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. അല്ല, അത് വേറെ തരം അതിലേക്കൊന്നും അതിൽ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ചിലപ്പോൾ ഒരു നയജാതിരി ഡിപ്ലോമസി എന്ന് പറയുന്ന സാധനം ഉണ്ടാവാം. അങ്ങനെ ഒരു ആളുകളെ ഇംപ്രസ് ചെയ്യാന്ന് പറയുന്നത് മറ്റൊരു തരം മിടുക്കാണ്. കഥ പറഞ്ഞ് ഫലിപ്പിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല പലയിടത്തും. അതുകൊണ്ടല്ല എനിക്ക് ഇത്ര റിജക്ഷൻ വന്നു. മെയിൻ കാര്യം അതായിരിക്കുമല്ലോ. അപ്പം കഥ പറയുന്നത് വേറെ സ്കില്ലാണ്. നന്നായിട്ട് കഥ പറയുന്ന ഒരാൾക്ക് നന്നായിട്ട് സിനിമ എടുക്കണമെന്ന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. അത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇവരൊക്കെ എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ബ്രദേഴ്സുമാണ്. ഇവരെല്ലാം ടീനേജേഴ്സാണ്. അപ്പം ഇവരുടെ ഒരു വൈബാണ് ഞാനും. അപ്പം എന്നാൽ പിന്നെ ഇവർക്ക് എന്നോട് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ഇവരുടെ കഥകൾ ഡിസ്കസ് ചെയ്യും. ഇവരുടെ കഥകൾ എടുക്കാൻ, ഇല്ലെങ്കിൽ നമ്മളിലുള്ള കഥകൾ കൊടുക്കുക. നമുക്കൊരു ടീമായിട്ട് അങ്ങനെ ഒരു പ്രോസസ്സിലോട്ട് ഞാൻ കാര്യങ്ങൾ കൊണ്ടുവന്നതാണ് ഈ വാഴ 2 എന്നുള്ള സ്പേസിലോട്ട് എത്തി. അപ്പം ഇപ്പം ചെയ്യുന്നത് സവിൻസ എന്ന് പറഞ്ഞൊരു അസോസിയേറ്റ് ആണ് ജയിലും വാഴയിലും ഗുരുവായൂരിലും. സവിൻസ എന്നാണ്. അപ്പം സവിൻസ എന്നാണ് എഴുതിയിരുന്നത്. അപ്പോൾ പുള്ളിയാണ് ഡയറക്ടർ. അപ്പോൾ എൻ്റെ കൂടെ കുറേ വർഷങ്ങളായി ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. അത് ക്യാമറ ചെയ്യുന്നത് അഖിൽ ലൈലാസുരനാണ്. അഖിൽ ലൈലാസുരൻ എൻ്റെ കൂടെ അന്താക്ഷരി മുതലേ ഉണ്ട്. ക്യാമറ ടീമിനും ഡയറക്ഷൻ ടീമിനും മാറി ഇതിലും ബബ്ലുവും അങ്ങനെ ബബുലിൻ്റെ കൂടെയും നീരജിൻ്റെ കൂടെയും പുതുശ്ശേരിയുടെയും വർക്ക് ചെയ്ത ആളായാലും അഖിൽ ലൈലാസുരൻ എൻ്റെ കൂടെയും അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏത് ഡിപ്പാർട്ട്മെന്റ് വിളിച്ചാലും ഓടി വരുന്നൊരു ഒരു ഓൾറൗണ്ടറാണ് അഖിൽ ലൈലാസുരൻ. അപ്പം എന്നാൽ പിന്നെ അഖിൽ ചെയ്യട്ടെ. അപ്പം അങ്ങനെ ഒരു സ്പേസിലോട്ട് വേറെ രീതി പറഞ്ഞ പുതിയ ടീമാണ്. അതെ, പുതിയ ടീം. വാഴ 2 വരുമ്പോൾ മ്യൂസിക്കും എല്ലാവരും പുതിയ ആൾക്കാരായിരിക്കും. നമ്മൾ മ്യൂസിക്കിന് ആൾക്കാരെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ, കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഈ സീക്വൽ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ സീക്വൽ എപ്പോഴും ഭയങ്കര ചാലഞ്ചാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പം ജീത്തു അക്കാര്യത്തിൽ ദൃശ്യം 2 വിജയിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ സീക്വൽ എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ട് എന്ത് തരത്തിൽ ഇമ്പാക്റ്റ് ആണ്. ഇപ്പം വാഴ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരികൾക്കിടയിൽ മുങ്ങിയ തിയേറ്ററാണ് കാണുന്നത്. പിന്നെ നമ്മൾ പറയാവുന്ന ഏറ്റവും വൈബ്രൻ്റ് ആയ
തിയേറ്ററിൽ അങ്ങനെ പിടിച്ചിരുത്താൻ പറ്റാത്തവരെന്ന് കരുതുന്ന ഒരു ജനറേഷൻ, നമ്മൾ ജെൻസി എന്നൊക്കെ പറയുന്ന ജനറേഷൻ, അവർ റിപ്പീറ്റ് വാച്ചിലേക്കും അവർ ഈ പിന്നെ മൾട്ടിപ്പിൾ അല്ല ഒരു കളക്റ്റീവ് വാച്ചും പുതിയ പുതിയ ടീമിനെയൊക്കെ വെച്ചിട്ട് കാണുന്ന രീതിയിലൊക്കെയാണ് പടം പോകുന്നത്. അങ്ങനെ ഒരു ട്രെൻഡ് സെറ്റർ പടമാണ്. ഒരു ട്രെൻഡ് സെറ്റർ പടത്തിൻ്റെ സീക്വൽ ഉണ്ടാക്കുക, തുടർച്ച ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഈ അത്ര ഈസി പരിപാടി ആയിരിക്കില്ല എന്തായാലും. വാഴ 2 എന്തായാലും ഞാൻ ഒറ്റയ്ക്കായിരിക്കില്ല എഴുതുന്നത്. ഇപ്പം വാഴ ഫുള്ളായിട്ടത് ഞാൻ ഓൺ ചെയ്ത് കൊണ്ടുപോയെങ്കിലും വാഴ 2 വരുമ്പം ഈ പറഞ്ഞ അതിൻ്റെ ഡയറക്ടറോ ഇല്ല എൻ്റെ മറ്റത് ഞാൻ എഴുതി വെച്ച സാധനത്തിലോട്ടാണ് ആനന്ദിൻ്റെ കയ്യിൽ കൊടുത്തത്. അപ്പോൾ ആനന്ദിന് ഇത് വർക്ക് ചെയ്യുന്നൊരു പരിധിയൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് വാഴ 2 എൻ്റെ ഉണ്ടാകുന്ന എസൻസും എല്ലാം വെച്ചിട്ട് ഈ സവിനും എൻ്റെ ക്യാമറാമാനും ഈ പറഞ്ഞ ആർട്ടിസ്റ്റുകളും എൻ്റെ ജെ കോ റൈറ്ററുണ്ട്, അങ്ങനെ ഒരു ടീം ഓഫ് ആൾക്കാർ ഇനി ഒരുമിച്ചിരുന്നാണ് എഴുതാൻ പോകുന്നത്. അപ്പം അതിന് അപ്പോൾ അവരുടെ കുറച്ചുകൂടെ ഇൻപുട്സുകൾ വരുമ്പോൾ കുറച്ചുകൂടി ഒരു ജെൻസി പിള്ളേർക്ക് കൂടെ കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും കുറച്ചുകൂടെ കാര്യങ്ങൾ പോകുന്നത്. എന്നാലും നമ്മൾ വാഴയിലൊരു മണിക്കൂറോളം നമ്മൾ എടുത്തിട്ടില്ല, ഷൂട്ട് ചെയ്തിട്ടില്ല. അതെന്തായാലും നമുക്ക് വാഴ 2 ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റാണ്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പ്ലസ് ഇത് അച്ഛനും മക്കളും തമ്മിലുള്ള കഥയാണ് നമ്മൾ വാഴയെ പറഞ്ഞത്. ഇത് വേറൊരു ഡയമെൻഷനുള്ള കഥകളാണ്. അതിന് സിനിമ ഇല്ലെങ്കിൽ എൻ്റെ ടീച്ചറോ അല്ലെങ്കിൽ ഷൂട്ട് തുടങ്ങുമ്പോഴോ ഷൂട്ട് നമ്മൾ വാഴ ഞാൻ അടുത്ത് ചെയ്യുന്ന പടത്തിൻ്റെ ഇപ്പം നമ്മൾ ഗുരുവായൂർ വാഴ ചെയ്ത പോലെ തന്നെ ഞാൻ അടുത്ത ചെയ്യുന്ന പടത്തിൻ്റെ അടുത്തതിനുള്ള ലൊക്കേഷൻ എടുത്ത് നമ്മൾ മാറി മാറി ഷൂട്ട് ചെയ്യാനുള്ള പ്ലാനാണ്. അതായത് അടുത്തത് ഫഹദ് അടുത്ത് പൃഥ്വിരാജിൻ്റെ പ്രോജക്റ്റാണ്. നേരത്തെ അനൗൺസ് ചെയ്തിരുന്നത് ഫഹദിന്റെ അടുത്ത വർഷമേ ഉള്ളൂ. അടുത്ത വർഷം അത് ഡേറ്റ് ഒരുപാട് നീങ്ങുന്നുണ്ട്. അപ്പം പൃഥ്വിരാജ് പടം ഏത് സ്വഭാവത്തിലുള്ളതാണ്? അത് ഇതിൻ്റെയൊക്കെ പോലത്തെ ഒരു ജയയുടെയും വാഴയുടെയൊക്കെ ഇടയിൽ നിൽക്കുന്നൊരു കുഞ്ഞു പടമാണ്. അപ്പം അതിലും മൊത്തം പുതിയ ആൾക്കാരാണ്. കുഞ്ഞു പടം പോസിബിൾ ആണോ? അല്ല, പൃഥ്വിരാജ് പറഞ്ഞതൊരു കാര്യം ഞാൻ ആദ്യം ഈ കഥയെ പറഞ്ഞിട്ടുള്ളൂ. അപ്പം പുള്ളി പറഞ്ഞത് എനിക്ക് നിങ്ങളുടെ പ്രോസസ്സിൽ ഒരു പടം ചെയ്യണമെന്നാണ്. ഇപ്പോൾ ഗുരുവായൂരമ്പനാളിൽ എൻ്റെ പ്രോസസ്സ് ഒരു പടമല്ല, അതൊരു ഭയങ്കര കെട്ടുകാഴ്ചകളൊക്കെ ഉള്ള ഭയങ്കര ബഹളമുള്ള ഒരു സിനിമയായിരുന്നു. അപ്പോൾ അതല്ല, നിങ്ങൾ ചെയ്യുന്ന പോലെ ജയ ചെയ്യുന്ന പോലെ പുതിയ ആൾക്കാരെയൊക്കെ വെച്ചിട്ട് പുതിയ രീതിയിൽ കുറച്ച് കോമഡി നിങ്ങളുടെ രീതിയിൽ പോകുന്നൊരു സിനിമ, കുറച്ചും കൂടെ ഓതൻറ്റിക് ആയിട്ടൊരു സിനിമ, ഞാൻ അതിൽ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് അതെണ്ണോ വേണമെന്ന് പറയും. ഇപ്പം ഞാൻ ഓക്കെ നമുക്കിത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം അതിൽ പൃഥ്വിരാജ് മാത്രമേ ഇപ്പോൾ ചിലപ്പോൾ 1-2 ആർട്ടിസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം പുതിയ ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പം അതെവിടെയാണോ സെറ്റിൽ ചെയ്യുന്നത് അതിൻ്റെ അടുത്തൊരു ലൊക്കേഷൻ എടുത്തിട്ട് ഈ രണ്ടും ഒരേ പ്രോസസ്സ് ഒരേ സമയം നടത്തുക. എന്തായാലും അത് ഷെഡ്യൂൾസായിട്ട് പോകും പൃഥ്വിരാജ് ആയതുകൊണ്ട്. അപ്പോൾ ആ സെയിം സമയത്ത് ഇതും നമുക്ക് ഷൂട്ടും അതിൻ്റെ റേറ്റിംഗ് എല്ലാം പോകാൻ. പെട്ടെന്ന് ആളുകൾ ആലോചിക്കുന്ന സമയത്ത് ഒരു ജയ്ഹയ്ക്ക് ശേഷം തുടർച്ചയായിട്ട് എത്ര പെട്ടെന്ന് എഴുതാൻ പറ്റുന്നു, എത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയേക്കാം. പക്ഷേ ഈ 6 വർഷമായി ആലോചനയിലുണ്ടായ സിനിമകൾ തന്നെയായിരിക്കുമല്ലോ മറ്റു രൂപത്തിലെത്തുന്നത്. പക്ഷെ ഒരുപക്ഷെ എനിക്കൊന്ന് ആരാലും സ്വീകരിക്കപ്പെടാതെ മടങ്ങി സ്വന്തം കയ്യിലേക്ക് വീട്ടിലേക്ക് എത്തിയ സിനിമകൾ ഇത് ഭയങ്കര വലിയ പ്രൊജക്റ്റായിട്ട് അത് തിരികെ വരുന്നു എന്നുള്ളൊരു സന്തോഷം ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ഇതെല്ലാം നിരാശപ്പെടുത്തിയ പേപ്പറുകളായിരിക്കുമല്ലോ ഒരു സമയത്ത്. ഇത് അല്ലേ, തിരസ്കരിക്കപ്പെട്ട് മാറ്റി വെച്ചാൽ അതിനൊരു ജീവൻ ഉണ്ടാവില്ല എന്ന് കരുതുന്നിടത്താണ്. എനിക്ക് സെന്റിമെന്റ്സ് ഒന്നുമില്ല, എനിക്ക് ഒന്നിനോടും സെന്റിമെന്റ്സ് ഇല്ല. ഇപ്പൊ സ്ക്രിപ്റ്റിനോട് സെന്റിമെന്റ്സ് ഇല്ല, ഞാൻ ചെയ്ത സിനിമകളോട് സെന്റിമെന്റ്സ് ഇല്ല. ഇപ്പൊ അതിനോട് ഇപ്പൊ വാഴയോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഇമോഷണൽ കരച്ചിലൊക്കെ വരുന്നുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ആ സെന്റിമെന്റ്സ് ഇല്ല. അപ്പം കഴിഞ്ഞതിനെ കുറിച്ചോ അല്ലെങ്കിൽ കിട്ടാത്തതിനെ കുറിച്ചോ ഒന്നുമില്ല. അതിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു കാര്യത്തിനെ കുറിച്ചും ഇപ്പം എൻ്റെ ഫോണോ കാർ എന്തുണ്ടെങ്കിലും ഒട്ടും സെന്റിമെന്റ്സ് ഇല്ല. സ്ക്രാച്ച് ആയാലും ഒന്നും എനിക്ക് പ്രശ്നമുള്ള ഒരാളല്ല. എൻ്റെ വണ്ടി വേറെ ആൾ ഉപയോഗിച്ചതൊന്നും എനിക്ക് ഒരു പ്രശ്നമില്ല. അപ്പോൾ ഒരു സെന്റിമെന്റ്സ് ഓറിയൻറ്റഡ് ആയിട്ടല്ല കാര്യങ്ങൾ നോക്കുന്നത്. അപ്പം അതുകൊണ്ടായിരിക്കും ചിലപ്പം ഈ ടൈപ്പ് ഓഫ് ആലോചന ഞാൻ എടുക്കാറില്ല. ഇത് വർക്കായില്ലെങ്കിൽ ഞാൻ പണ്ട് അഹങ്കാരം പറയുന്നത് ഇത് വർക്കായില്ലെങ്കിൽ അവർക്ക് നഷ്ടം എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പറയുന്നത് ഞാൻ ഈ സിനിമ കണ്ടു കഴിഞ്ഞു, ഇനി നിങ്ങൾ കാണുക എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. അപ്പം ഇപ്പം എനിക്ക് നിങ്ങളെ കാണിക്കാനുള്ള സ്പേസ് കിട്ടി. അപ്പം ഞാൻ എഴുതിയ സാധനങ്ങൾ ഓരോ ടൈമിൽ റീവർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അടുത്ത് ചെയ്യുന്ന 5 പടവും ഞാൻ മുമ്പ് എഴുതിയതാണ്. 5 പടവും ആ 5 പടവും റീവർക്ക് ചെയ്ത് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം അടുത്ത് ചെയ്യാവുന്ന പടത്തിൻ്റെ സ്ക്രിപ്റ്റ് ഓൾറെഡി റെഡിയാണ്. അതിനൊന്ന് റീവർക്ക് ചെയ്ത് മാറ്റി എഴുതി ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ചിട്ടും ഇപ്പോഴത്തെ മൂഡിനനുസരിച്ചും മാറ്റി എഴുതാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കഥ അവിടെ ഉണ്ട്. ഇപ്പോൾ ഈ ഹാഷിറിൻ്റെ കാര്യമാണ്, ജോമോനാണെങ്കിലും ഈ പിന്നെ ഇവരുടെയൊക്കെ കാര്യത്തിൽ, സിജുവിൻ്റെയൊക്കെ കാര്യത്തിൽ ഇവരെല്ലാം നേരത്തെ അവർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന അവരുടെ ഏറ്റവും കംഫർട്ടബിൾ സർക്കിളിലുള്ള ഇതൊന്ന് അവർ തന്നെ ആദ്യം കണ്ട് എൻജോയ് ചെയ്തതിന് ശേഷം കാണുന്ന ക്രിയേറ്റേഴ്സ് ലെവൽ കണ്ടന്റിലാണല്ലോ കാണുന്നത്. അവർ ത്രൂ ഔട്ട് ഫിലിമിൽ ഈ പറയുന്ന ക്രൗഡ്, ഫിലിം ക്യാമറകൾ, ആക്ഷൻ പറയുന്നത് കാരണം വെച്ചാൽ കുറച്ചുകൂടി അവരുടെ കംഫർട്ടബിൾ സ്പേസ് പൊളിക്കുന്ന രീതിയിലൊരു സ്ഥലത്ത് കൊണ്ടിട്ട് അവിടെ അവരെ ഈ പറയുന്ന അവരുടെ ക്രിയേറ്റേഴ്സ് ലെവലിലുള്ള കണ്ടന്റിൻ്റെ അത്ര തന്നെ രസമുള്ളവരാക്കി അത്ര തന്നെ ഓർഗാനിക് ഫീലിൽ എത്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കര എളുപ്പമുള്ള പരിപാടിയായിരുന്നു. അല്ല, അതേ നടക്കത്തുള്ളൂ. കാര്യം നമ്മൾ നമ്മുടെ സിനിമ രീതികളൊന്നും അവരുടെ അടുത്ത് പോയിട്ട് കാര്യമില്ല. അപ്പം ഞാൻ എന്താ വെച്ചാൽ അവരോട് അതിൽ നിന്ന് ഡിസ്കസ് ചെയ്തു, ഇതാണ് സീന്, ഇത് ഞാൻ ഇങ്ങനെ എഴുതിയത്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു,
നിങ്ങൾ വേണമെങ്കിൽ മൊബൈലിൽ ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കുന്നൊക്കെ പറയും. അപ്പോൾ അവർ റീലൊരു ഷൂട്ട് ചെയ്ത് കാണിച്ചെന്ന്. ഞാൻ പറഞ്ഞു ഇത് ഓക്കെയാണ്, സീക്വൻസുകളൊക്കെ ഹാഷ് റെഡ്ഡിയും ഒക്കെ ഷൂട്ട് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം ഞാനത് കണ്ടിട്ട് ഇത് കൊള്ളാം, പക്ഷേ ഇങ്ങനെയല്ല നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്, നമ്മൾ വേറൊരു രീതിയിൽ ഷൂട്ട് ചെയ്യും. ഇതിനൊരു ക്ലൈമാക്സ് ഉണ്ട്, ഈ സീനൊരു ക്ലൈമാക്സ് ഉണ്ടാവും, ഇതിനൊരു എലിവേറ്റഡ് ഏരിയ ഉണ്ടാവും, ഇതിനൊരു ചാർജ് ഉണ്ടാവും, അതൊക്കെ ഞാൻ ഫിക്സ് ചെയ്തിട്ട് അത് നമുക്ക് ഷൂട്ടിൽ നോക്കാം. പക്ഷേ ഈ ഡയലോഗിൽ ഇങ്ങനെ മാറ്റങ്ങൾ വരുത്താം, ഈ ഡയലോഗ് വേണ്ട, നമ്മൾ അതിനൊരു ഈ ഡയലോഗ് വയ്ക്കാം എന്നൊക്കെ പറഞ്ഞൊരു ഡിസ്കഷൻ ഉണ്ടായിട്ട് അത് ഷൂട്ട് ചെയ്യാൻ കൊണ്ടുപോയപ്പോൾ അവർക്ക് കുറച്ചൊരു കോൺഫിഡൻസ് ആയി. അപ്പോൾ അങ്ങനെയാണ് അവരുടെ പ്രോസസ്സ് കൂടുതൽ പോയത്. പിന്നെ ബേസിലെ സീനൊന്നും ഇപ്പോൾ അങ്ങനെയല്ല, അത് കുറച്ചുകൂടെ ഫ്രീ ആയി വരും അപ്പോൾ ഇപ്പോഴത്തേക്ക്. പക്ഷെ എന്നാലും അവരെ എപ്പോഴും ടേക്ക് കെയർ ചെയ്യുന്നത് അവർക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് നോക്കിയിട്ട്. ഇപ്പം ജോമോൻ്റെ കേസിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പം ജോമോൻ, സിജു സാബ് അവരൊക്കെ ഞാൻ അങ്ങനെയാണ് കൊണ്ടുപോയത്. ഈ ഗുരുവായൂർ ടൈമിലൊക്കെ ജോമോനൊരു സീൻ വിട്ട് കൊടുത്തിട്ട് ഇതെങ്ങനെ പ്രസൻറ്റ് ചെയ്യും, അപ്പോൾ ജോമോൻ വേറൊരു രീതിയിൽ പ്രസൻറ്റ് ചെയ്യും. എന്നാൽ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്തിട്ട് വേറൊരു സീൻ ഉണ്ടാക്കാം. അങ്ങനെ കണക്ട് ഉണ്ടാക്കിയ അയാളുടെ ഇൻപുട്ടൂടെ വരുമ്പോഴാണ് നമുക്ക് പുതിയ ഐഡിയാസ് വരുന്നത്. അയാൾ നമുക്ക് ഫ്രീഡം കൊടുത്തില്ലെങ്കിൽ അയാൾ നമ്മൾ പറഞ്ഞ സാധനം അഭിനയിച്ചിട്ട് വീട്ടിൽ പോകും. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ആ ഫ്രീഡം കൊടുത്താലേ ഇത് വർക്കാവണമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ എനിക്കിപ്പോൾ ജയഹേ ഞാൻ 3-4 പ്രാവശ്യത്തിൽ കൂടുതൽ കണ്ടിട്ടുള്ള സിനിമയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. പന്താശ്ശേരി അങ്ങനെയാണ്. പക്ഷേ ഗുരുവായൂർ അമ്പലനടയിൽ എനിക്ക് ആ രീതിയിൽ വർക്കായിട്ടുള്ള സിനിമയല്ല. പക്ഷേ അത് ഞാൻ തിയേറ്ററിൽ ഈ പറഞ്ഞ വിപിൻ ദാസിൻ്റെ ഏറ്റവും സക്സസ് ആയ, എനിക്ക് തോന്നുന്നത് ഭയങ്കര അല്ലേ കമേഴ്ഷ്യലി ഭയങ്കര റെക്കോർഡ് കളക്ഷനൊക്കെ ഇട്ടുള്ള സിനിമയാണ്. ഇപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാലും ഓരോ ആളുകളെ ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പം ഓരോ ക്യാരക്ടറിൻ്റെയും ട്രാക്ക് തന്നെ ഉണ്ടാക്കിയേക്കുവാണ്. അതിനൊരു ഹ്യൂമറിലേക്ക് എൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ റീല് പോലെ ഇതിവിടെ ഇപ്പം ഇർഷാദ് അടക്കമുള്ളൊരു ക്യാരക്ടർ വരുന്ന അവിടെ ഇങ്ങനെ ഒരു കറക്റ്റ് ഒരു എൻഡ് ഉണ്ട്, അവിടെ ഹ്യൂമർ വരണം. എന്ന് വെച്ചാൽ ഓരോ ഫുൾ സ്റ്റോപ്പിലും ചിരിയിലാണ് എൻഡ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ഇപ്പോൾ റീലിൽ ഇപ്പോൾ 40 സെക്കൻഡ് ആണെങ്കിലും അത് 1 മിനിറ്റ് ആണെങ്കിലും അത് തീരുമ്പോഴേക്ക് ആളുകൾ ഹാപ്പി ആയിരിക്കണം, ചിരിക്കണം എന്നുള്ള സാധനം. ഒരു സ്ക്രിപ്റ്റിലേക്ക് ഇത് ഇത്രയും ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ലീഡ് ആക്ടർ ഉണ്ട്, അവരുടെ കഥയും ബഹളമൊക്കെ ഒരു സൈഡിലൂടെ നടക്കുന്നുണ്ടല്ലോ. ഇതിനകത്തേക്കാണല്ലോ ഈ സബ്പ്ലോട്ടുകളും ക്യാരക്ടർ. ഇപ്പോൾ ജോമോൻ്റെയൊക്കെ ട്രാക്ക് അങ്ങനെയാണല്ലോ കൊണ്ടുവരുന്നത്. അതിൽ തന്നെ ഈ പറയുന്ന നമ്മൾ ഈ പട്ടണ പ്രവേശത്തേക്ക് കാണുന്ന മോഡൽ ഈ വേഷം മാറൽ ഇപ്പം നമ്മുടെ ഈ സമീപകാല സിനിമയിലൊന്നും അങ്ങനെ വരുന്നില്ലല്ലോ. അങ്ങനത്തെ കുറേ നമ്മൾ വേണമെങ്കിൽ നമ്മുടെ വിൻറ്റേജ് കാലം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ കുറേ സാധനം വരുന്നുണ്ട്. നന്ദനം ട്രോള് വരുന്നുണ്ട്. അതിപ്പം പോസിറ്റീവായും നെഗറ്റീവായിട്ടൊക്കെ ഏറ്റെടുത്ത് കുറേ സാധനങ്ങളുണ്ടല്ലോ. ഇതെങ്ങനെയാണ് ഇത് തിയേറ്ററിൽ ഇങ്ങനെ സക്സസ് ആവും, ഇത്രയും ചിരി ഉണ്ടാക്കും എന്നുള്ളൊരു ഇത് കിട്ടുന്നത് എങ്ങനെയാണ്? ബേസിക്കലി ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമയാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ ഫസ്റ്റ് പ്രശ്നം എനിക്ക് സിനിമ തിയേറ്ററിൽ കാണാൻ ഭയങ്കര പേടിയുള്ള ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ തിയേറ്ററിൽ പോയി സിനിമ കാണാറില്ല. സ്വന്തം സിനിമ ഒരാളുടെ സിനിമ കാണാറില്ല. അപ്പം ആപ്പടെ കാണാൻ പറ്റുന്നത് സ്വന്തം സിനിമയാണ്. എൻ്റെ സിനിമ ഇൻസെക്യൂരിറ്റിയും ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും. വേറൊരാളുടെ സിനിമ കാണുമ്പോൾ തന്നെ എനിക്കൊരു ഇമോഷണലി ഭയങ്കര ഹോണ്ട് ചെയ്യുന്നുണ്ട്. ചെറിയ സീനാണ് പോലെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്കത് പിടിച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സിനിമകൾ തിയേറ്ററിൽ നിന്ന് പരമാവധി കാണാറില്ല. എനിക്കൊന്ന് എന്റർടൈനർ പടമൊക്കെ ആണെങ്കിൽ എന്താ പ്രശ്നം? ആവേശം കണ്ടു. അല്ല അതിലെന്താ ഇപ്പൊ എന്റർടൈനർ പടമൊക്കെ നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ ഈ പറഞ്ഞ ടെൻഷൻ. മഞ്ഞുമൽ ബോയ്സ് ഒരിക്കലും എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. കുറച്ച് ട്രോമാറ്റിക് ആവും. മഞ്ഞുമൽ ബോയ്സ് ആവണമെന്നില്ല, ചെറിയ. അപ്പം എനിക്ക് പ്രേമലു കുഴപ്പമില്ല, എനിക്ക് ആവേശം. അങ്ങനെ കുഞ്ഞു കുഞ്ഞു പടങ്ങളൊക്കെ കോമഡി പടങ്ങളൊക്കെ പോയിരുന്നു. അപ്പോൾ എനിക്ക് തിയേറ്ററിൽ പോയിരുന്ന് കാണാൻ ആസ്വദിക്കാൻ പറ്റുന്നൊരു പടം എന്നുള്ളതാണ് ഞാൻ ആദ്യം കാണുന്നത്. അപ്പോൾ ഞാൻ എവിടെയൊക്കെ ചിരിക്കും, എവിടെയൊക്കെ ഇമോഷണൽ ആവുമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പം എനിക്കൊരു ചെറിയ സാധനം കിട്ടിയാൽ ഞാൻ അത് ഹൈ ആവും. അപ്പോൾ അതുകൊണ്ട് അത് വെച്ചിട്ടൊരു മീറ്ററിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് എന്ന് അത് പാളും, മൊത്തത്തിൽ പാളും എന്നാണ് എൻ്റെ ഒരു വിചാരം. സന്തോഷ് ട്രോഫി അല്ലെങ്കിൽ രാജുവിൻ്റെ പടം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സന്തോഷ് ട്രോഫി എന്നാണ് ലിസ്റ്റിൻ സ്റ്റീഫനാണ് പ്രൊഡ്യൂസർ. അത് തരത്തിൽ ഈ ഗെയിമുമായി ബന്ധപ്പെട്ട സംഗതി ഒന്നുമല്ല. ഫാമിലി ഒരു ജയഹേ പോലെ അങ്ങനത്തെ ഒരു സാധാരണ ഒരു ഫാമിലി നടക്കുന്ന ഒരു സംഭവമായിട്ടുള്ള സിനിമയാണ്.